തുടർന്ന് പ്രസ്താവന അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് വചന ശുശ്രൂഷ ചെയ്യുന്ന കർത്തദാസനെ പരിചയപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് മക്കടങ്ങാലി അവരുകളെ കർത്തനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കൺവെൻഷൻ്റെ അവസാന രാത്രിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട 3 രാത്രികളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, പകലത്തെ ശുശ്രൂഷ എല്ലാം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ സഹായിച്ച വലിയവനായ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും കൊടുക്കുകയാണ്. ഇന്ന് രാത്രികാലവും നമ്മളെ ദൈവം യഥാർത്ഥമായിട്ട് അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എത്രത്തോളം ദൈവമക്കൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ അവറുകളെയാണ്. ഈ ദേശത്ത് ആദ്യമായിട്ടാണ് കർത്താവിൻ്റെ ദാസൻ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നത്. അദ്ദേഹം ബോംബെ ബേസ് ചെയ്ത്, ഇപ്പോഴത്തെ മുംബൈ ബേസ് ചെയ്ത് ആർവച്ച് മിനിസ്ട്രി എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മിനിസ്ട്രി നടത്തുക. അതുപോലെ നമ്മളെല്ലാം വളരെയധികം പേര്, ഏതാണ്ട് 400-ൽ അധികം സമൂഹത്തിൽ പല തലത്തിൽ കർത്താവിൻ്റെ വേലയിലൊക്കെ ഒരുപാട് ശോഭിച്ചവർ, അതുപോലെ ഡിസ്റ്റിങ്യൂഷ്ഡ് ആയിട്ടുള്ള പല പേഴ്സണാലിറ്റീസിനെയും അവർ TV-യിൽ കൂടെ ഇൻ്റർവ്യൂ ചെയ്ത് അത് അനേകർക്ക് ആ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു. അനേകർ ആ സാക്ഷ്യങ്ങൾ കേട്ട് ദൈവഭാഗത്ത് വരുവാനുമിടയായി. ഈ കർത്താവിൻ്റെ ദാസനെ അമേരിക്കയിലെ വലിയ ഒരു PYFയുടെ യൂത്ത് കോൺഫറൻസിന് ഒരു രാത്രിയിൽ ഞാൻ അനുഗ്രഹപ്രദമായി 2 രാത്രികാലം ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടതിന് ശേഷം ഞാൻ പ്രിയ ദേവദാസിൻ്റെ അടുത്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം കേരളത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. കാരണം വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്നത് വളരെ ചുരുക്കമാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ പാസ്റ്ററെ തീർച്ചയായിട്ടും വരാം. അങ്ങനെ വലിയ രീതിയിൽ വിടുതൽ ശുശ്രൂഷയും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ കാലഘട്ടത്തിൽ എടുത്തുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനെ നമ്മുടെ അവസാന രാത്രിയിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സമയം ഒട്ടും കളയാതെ കർത്താവിൻ്റെ ദാസന് വേണ്ടുവോളം സമയം കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വളരെ ക്രമമായിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് 2 ദൈവദാസന്മാർ അതുപോലെ നല്ല ഗാന ശുശ്രൂഷയൊക്കെ നടത്തിയല്ലോ. ഈ പ്രോഗ്രാം, ഈ കൺവെൻഷൻ്റെ എല്ലാ മീറ്റിങ്ങും എനിക്ക് ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ ഒന്നൊന്നിനും മെച്ചമായിട്ട് ആത്മീക അനുഗ്രഹങ്ങളായിട്ട് മാറിയ മീറ്റിംഗ് ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നമുക്ക് സുവിശേഷം കലേപുരം ജംഗ്ഷനിലൂടെ പ്രൊക്ലെയിം ചെയ്യുവാനിടയായി, നല്ല ഒരു റാലി നടക്കുവാനിടയായി, നല്ല ഓർഡിനേഷൻ ശുശ്രൂഷ രാവിലെ നടക്കുവാനിടയായി, PYPയുടെയും സൺഡേ സ്കൂളിൻ്റെയും വാർഷികം നടക്കുവാനിടയായി, വളരെ രാവിലെ സ്നാനം നടക്കുവാനിടയായി. ഇന്ന് 8 മണി തൊട്ട് സോഫ ടൈറ്റായിട്ടുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലായിടും ഒരു കുറവും വരാതെ ദൈവം നടത്തി. എൻ്റെ മാതാവ് പറയുമായിരുന്നു, എല്ലാം വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും നടന്നല്ലോ. നമുക്ക് ദൈവത്തെ ഒന്നുകൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലവും ദൈവം യഥാർത്ഥമായിട്ട് അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് പ്രാർത്ഥനയോട് എനിക്ക് വിടുതൽ പ്രാപിക്കണം, വളരെ രോഗസൗഖ്യം, ഹല്ലേലൂയ, ഓൾട്ടർ കോളൊക്കെ നടത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വളരെ വിടുതലുള്ള ഒരു രാത്രിയായി നമ്മുടെ ഈ കൺവെൻഷൻ്റെ 27ാമത്തെ കൺവെൻഷൻ്റെ ഈ 2024 ഈ രാത്രിയായി തീരട്ടെ. എൻ്റെ കൂടെ വളരെ അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനെ കരങ്ങളെ അടിച്ച് നമുക്ക് സ്വീകരിക്കാം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹീതമാകുന്ന ഈ നല്ല രാത്രിക്കായിട്ട് കർത്താവിന് സ്തുതിയും മഹത്വം കരയറ്റുകയാണ്. പ്രത്യേകമായി 27ാമത് കലേപുരം കൺവെൻഷന് എനിക്കും ഇങ്ങനെ നിൽക്കുവാൻ കർത്താവ് സാവകാശം ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായി തീർന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് കടുങ്ങാലിലാണ്. ദേവദാസനെ ന്യൂയോർക്കിൽ വെച്ച് കാണുവാനും സംസാരിപ്പാനും ഇടയായി തീർന്നു. നന്ദിയോടുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠരാകുന്ന ദൈവദാസന്മാർ ഒരു വലിയ നിരയാണ്. എല്ലാവരുടെയും പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട E.T. എബ്രഹാം പാസ്റ്റർ, സെൻറ്ററിൻ്റെ ശുശ്രൂഷ വഹിക്കുന്ന ജോസഫ് കുട്ടി പാസ്റ്റർ, അതുപോലെ തന്നെ കൗൺസിൽ മെമ്പേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഷാജി പാസ്റ്റർ പാട്ട് പാടി തകർത്ത് കളഞ്ഞ്
പ്രത്യേകിച്ച് ഹിന്ദിയുടെ 2 വരി കേട്ടാൽ എനിക്കും പാടാൻ തോന്നും പാസ്റ്ററെ. പക്ഷേ എൻ്റെ മോൾ എന്നോട് പറയും, ഡാഡി പാടിയേക്കരുതെന്ന് പറയും. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ തന്നിട്ടുള്ളത്. പാസ്റ്റർക്ക് 2 കഴിവ് തന്നു. എഴുതാനും കഴിവ് തന്നു, പാടാനും കഴിവ് തന്നു, പ്രസംഗിക്കാനും. ആമേൻ. ഞാൻ പാട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് പറഞ്ഞത്. ഞാൻ പാട്ട് എഴുതും, ലിറിക്സ് എഴുതും. അപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഡാഡി എഴുതിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ പാടിക്കോളാം. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല ഇന്ന് രാത്രി. ദൈവത്തിന് സ്തോത്രം. പോൾ ശിവൻകുട്ടി പാസ്റ്റർ ഞങ്ങളുടെ ചാനലിൽ വന്ന് തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാനിടയായി തീർന്നു. ബെൻസി മാമയും ജോൺസൺ പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരും നമ്മുടെ ചാനലിൽ വന്നവരാണ്. ജെഫിൻ എവിടെ പോയി? ജെഫിൻ നമ്മുടെ ചാനലിൽ വന്നു. ജെഫിൻ്റെ മമ്മിയും നമ്മുടെ ചാനലിൽ വന്നു. 100-400 പേരെ കൊണ്ടുവന്നില്ലേ. ഇന്ന് ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇന്നലെ രാത്രി ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം കാറിലിരുന്ന് അങ്ങ് ഉറങ്ങുകയായിരുന്നു. പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയ സമയത്ത് ഞാനൊന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു പരിചയമുള്ള മുഖം ഇങ്ങനെ ജനലിൽ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതും നമ്മുടെ ചാനലിൽ വന്ന ഒരു പ്രിയ സഹോദരിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ചെന്നാലും നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ ആരെങ്കിലുമൊക്കെ കാണത്തക്കവണ്ണം കർത്താവ് ആ ചാനലിനെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അതിൻ്റെ പിന്നിൽ വലിയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ശക്തിയുണ്ട്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളുടെ ശക്തിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കൺവെൻഷന് പ്രസംഗിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 98-ലാണ്. ആലപ്പുഴ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള തോട്ടപ്പള്ളി APC ചർച്ചിൻ്റെ ഒരു കൺവെൻഷനാണ് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ആ 98-ൽ തന്നെ ഞാൻ നോർത്ത് ഇന്ത്യക്ക് അങ്ങ് പോയി. പിന്നെ കേരളക്കരയിലുള്ളവർ എന്നെ അധികം കണ്ടില്ല. ഈ പൗലോസ് ഒരു 3 വർഷത്തേക്ക് അറേബ്യൻ മരുഭൂമി പോയെന്ന് പറഞ്ഞതുപോലെ ഞാനൊരു 10-25 വർഷം നോർത്ത് ഇന്ത്യയിൽ എവിടെയൊക്കെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വലിയ ആഗ്രഹമാണ് കേരളത്തിൽ വന്ന് ഇവിടെയുള്ള ദൈവമക്കളുമായിട്ട് സംസാരിക്കണം, ദൈവദാസന്മാരെ കാണണം. ഇത് വലിയ ആഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് അതിന് സാവകാശം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യം, കർത്താവെ, ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും വരരുത്. പറയേണ്ടത് മാത്രം പറവാൻ സഹായിക്കണം. നിന്റെ ജനത്തോട് നീ സംസാരിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ദൈവാത്മാവ് അങ്ങനെ സംസാരിച്ച് ഒരുക്കിയ ഒരു ദൂത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണയായി ഞാൻ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ആരംഭത്തിൽ 1-2 കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയും. അത് പറഞ്ഞേ ഞാൻ തുടങ്ങാറുള്ളൂ. PYFയുടെ മീറ്റിങ്ങിന് ഞാൻ അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഞാനൊരു മിഷണറി കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പപ്പ നോർത്ത് ഈസ്റ്റിൽ ആസാം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യ പെന്റിക്കോസ്റ്റൽ ദൈവസഭയുടെ ഒരു പൈനിയർ മിഷണറിയായി കടന്നുപോയ മനുഷ്യനാണ്. എന്നാൽ ഞാൻ ജനിക്കുന്നതിന് 1-2 മാസം മുമ്പ് എൻ്റെ പപ്പ പാരലൈസ് ആയിപ്പോയി. എനിക്കൊരു 6-7 വയസ്സ് വരെ ആസാമിൽ പപ്പ വേല ചെയ്തു. ഒരു റിട്ടയർഡ് ലൈഫ്. നാട്ടിലേക്ക് മടങ്ങി വന്നു. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒളിവിടത്തിലിരുന്നതുപോലെ ദീർഘവർഷങ്ങൾ എൻ്റെ പിതാവ് ഒളിവിടത്തിലിരുന്നു. പപ്പായ്ക്ക് ആസാമിൽ ഒരു ചെറിയ ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ഇന്ന് തേസ്പൂരിൽ ആ ചർച്ചുണ്ട്, ഇന്ന് തേസ്പൂരിൽ ബൈബിൾ സ്കൂളുണ്ട്. അതിൻ്റെ ഒരു തുടക്കമൊക്കെ എൻ്റെ പിതാവിലൂടെയാണ്. ആ ബൈബിൾ സ്കൂൾ കുറേ സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്ന എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ. എല്ലാ വർഷവും പുതിയ ബാച്ച് വരുമ്പോൾ സൈക്കിൾ റിക്ഷയിൽ നോർത്ത് ഈസ്റ്റിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് വന്ന് ഇറങ്ങുന്നത്, ബൈബിൾ സ്കൂളിൽ പുതിയ അഡ്മിഷൻ നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ 1980-ൽ എൻ്റെ പിതാവ് നാട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ കിട്ടിയ ഏക സ്റ്റുഡൻറ്റ് ഞാനാണ്. 14 വർഷം എൻ്റെ പിതാവിൻ്റെ കാൽക്കലിരുന്ന് ദൈവവചനം പഠിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഞാനിത് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു ദേവദാസനോട്, എൻ്റെ പാസ്റ്ററെ, അത് PhD എടുത്തതിന് തുല്യമാണല്ലോ എന്നുണ്ട്. 14 വർഷം. കഴിഞ്ഞ ദിവസം അറ്റ്ലാന്റ ചെർച്ചക്കോട് ചർച്ചിൻ്റെ ഒരു ബൈബിൾ സ്റ്റഡിയിൽ 4 ദിവസം ഞാൻ സമാഗമന കൂടാരം പഠിപ്പിച്ചു. സമാഗമന കൂടാരം. ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഇത് എൻ്റെ പ്രസംഗമല്ല, എൻ്റെ പപ്പയ്ക്ക് പ്രസംഗിക്കാൻ പറ്റാതെ പോയ പ്രസംഗമാണ്.
എൻ്റെ പപ്പയ്ക്ക് പ്രസംഗിക്കാൻ പറ്റാതെ പോയ പ്രസംഗമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പപ്പ എന്നെ എങ്ങനെ വളർത്തിയെന്നറിയാമോ? ചെറിയ പ്രായം മുതൽ എന്നോട് പറയുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് നീ ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് നീ ചെയ്യണം. അതുകൊണ്ട് എല്ലാ വേദിയിലും ഞാൻ പറയും, ഹല്ലേലൂയ, എൻ്റെ ഒന്നാമത്തെ ഭാഗ്യം അങ്ങനെ ഒരു മിഷണറി കുടുംബത്തിൽ ജനിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. രണ്ടാമത്തെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിലെ ദൈവം നൽകിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ്. എൻ്റെ പിതാവ് മരിക്കുന്നത് 2003 20 വർഷം കഴിഞ്ഞു. പിതാവിൻ്റെ മരണശേഷം ഞങ്ങളെ ഒന്നും അധികം വ്യക്തമായിട്ട് അറിയാത്ത ഒരു ദൈവദാസൻ, ഞാൻ ബോംബെയിൽ നിന്ന് പിതാവിൻ്റെ ഫ്യൂണറലിന് വേണ്ടി നാട്ടിൽ ചെന്നതാണ്. ആ ദൈവദാസൻ എന്നോടൊരു ദൂത് പറഞ്ഞു. ആ പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്: യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ എഴുതിയ ചുരുളിനെ രാജാവ് കത്തിച്ചു കളഞ്ഞു. എന്നാൽ യിരെമ്യാവ് ബാരൂക്കിനോട്, തൻ്റെ എഴുത്തുകാരനോട് യിരെമ്യാവ് പറഞ്ഞു, ഗെറ്റ് അനദർ സ്ക്രോൾ, മറ്റൊരു ചുരുൾ വാങ്ങുക, അതെല്ലാം നിന്റെ ഓർമ്മയിലുണ്ട്, നീ എഴുതുക. എന്നിട്ട് ആ പ്രവാചകൻ എന്നോട് പറഞ്ഞത്, നീയാണ് ആ ബാരൂക്ക്, നിന്റെ പിതാവ് എഴുതിയ സകല ചുരുളിനെ ശത്രു കത്തിച്ചു കളഞ്ഞു, പക്ഷേ നിന്റെ ഓർമ്മയിൽ അതുണ്ട്. നിങ്ങൾക്കറിയാമോ, എൻ്റെ പിതാവ് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം എഴുതാനുള്ള തയ്യാറെടുപ്പിലിരിക്കുമ്പോഴാണ് മരിച്ചത്. എഴുതാൻ കഴിഞ്ഞില്ല, പക്ഷെ അദ്ദേഹം എന്താണ് എഴുതാൻ പോകുന്നതെന്ന് എന്നോട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവിക വാഗ്ദത്തങ്ങളുടെ ശക്തി, ദൈവിക വാഗ്ദത്തങ്ങളുടെ ശക്തി. അതാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ എനിക്കുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഒരു വാക്യം ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത്. 12-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാം. സെഖര്യാവ്: ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. എല്ലാ ദൈവമക്കളും പറഞ്ഞാട്ടെ, കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് സപ്ലിക്കേഷൻ, സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് സപ്ലിക്കേഷൻ. കൃപയുടെ ആത്മാവ്, യാചനയുടെ ആത്മാവ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആത്മാവ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചൊന്ന് പഠിക്കാൻ പോകുന്നത്. വേദോസം പഠിക്കുന്നത് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? ഞാൻ ഭയങ്കര ബഹളം വെച്ച് പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ തലേ ആഴ്ച വരെ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് പ്രസംഗിക്കും. സ്റ്റേജിൽ ഓടി നടന്ന് ചാടി തുള്ളി പ്രസംഗിക്കും. പക്ഷെ കലേപുരം കൺവെൻഷന് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, സ്വല്പം ശാന്തമായിട്ട് പ്രസംഗിക്കണം, സ്റ്റേജിൽ സ്ഥലം കുറവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാലും സ്റ്റേജിൽ ഇങ്ങനെ ഞാൻ ഓടി നടക്കും. കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷ നടക്കുമ്പോൾ എനിക്ക് തോന്നി അല്പം, കാരണം ഞാൻ ജനക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അല്പം ശാന്തമായിട്ട് പ്രസംഗിക്കുന്നത് നല്ലതാണ്, കാരണം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമ്മൾ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോവുക. അതിന് നിങ്ങളുടെ എല്ലാം സഹകരണം വേണം, നിങ്ങളെല്ലാം കേൾക്കണം. 2 വാക്കുകൾ ഞാൻ പറഞ്ഞല്ലേ, കൃപയുടെയും യാചനയുടെയും ആത്മാവ്. കൃപയുടെ യാചനയുടെയും ആത്മാവ്. ആത്മാവെന്ന പദം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് അല്ലേ, ആത്മാവ്. പെന്തക്കോസ്തുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ പെന്തക്കോസ്ത് ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ പെന്തക്കോസ്ത് ഇല്ല. താങ്ക് യു ജീസസ്. ഞാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറയാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഒരു വലിയ കൊതി ദൈവമക്കളുടെ ഇടയിൽ ഞാൻ കാണുന്നു. പറഞ്ഞത് ശരിയാണോ? ഈ കുറെ നാളുകൾക്ക് മുമ്പ് ദൈവസഭകൾ ഇങ്ങനെ വാടി മുരടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എല്ലാ ചർച്ചകൾക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഒരു വലിയ കൊതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വിഷ്വലി കണ്ടോണ്ടിരിക്കുക.
അതിന് പല കാരണങ്ങളുണ്ട്. ദൈവം ചെയ്യുമ്പോൾ, ദൈവം പ്രവർത്തിക്കുമ്പോൾ പല തരത്തിൽ ഒന്നിച്ച് ഒരേ ഫോക്കസോടുകൂടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരു കാരണം കോവിഡാണ്. കോവിഡ് കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? കോവിഡ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം, ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ലാതെ നമ്മളെല്ലാം ഒരേ സൂമേടി കയറി വചനം കേട്ടു, അല്ലേ? അന്നോ ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നു കേട്ടോ. പെന്തക്കോസ്തിനെ ദൈവം കോവിഡിലൂടെ ഒന്നാക്കി. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്, കോവിഡ് കാലത്തുണ്ടായ ഒരു പ്രതിഭാസമാണ്, ഞങ്ങളെപ്പോലെ സാക്ഷ്യം പറയുന്നവരുടെ ചാനലുകൾ ഇങ്ങനെ മേളോട്ട് വന്നു. ഞങ്ങളെപ്പോലെ സാക്ഷ്യം പറയുന്നവരുടെ ചാനലുകൾ. നിങ്ങൾക്കറിയാം ആസാദിയുടെ ആ ചാനൽ എങ്ങനെയാണ് തുടങ്ങിയതെന്ന്? ആസാദി പണ്ടാണ് തുടങ്ങിയത്. ആസാദി 2015 തുടങ്ങിയതാണ്. ഹാർവസ്റ്റ് ടിവിക്കകത്ത് നമ്മുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ടായിരുന്നു ആസാദി എന്ന പേരിൽ. അതിനു മുമ്പ് ശുഭസന്ദേശ് ചാനലിൽ നോർത്ത് ഇന്ത്യയിൽ ആസാദി എന്ന പേരിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ടായിരുന്നു. അതിനകത്താണ് നമ്മൾ ആദ്യം സാക്ഷ്യം തുടങ്ങിയത്, മേരി കഹാനി എന്ന പേരിൽ. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. കോവിഡ് തുടങ്ങുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ 2020 ജനുവരി മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ വർഷം എക്സ്പാൻഷന്റെ വർഷമാണ്. എന്താണ്? ഹല്ലേലൂയ. വർധനവിന്റെ, വിശാലതയുടെ വർഷം. 2020 ജനുവരി 1, വിശാലതയുടെ വർഷം. എൻ്റെ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-25 വർഷം കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഏതെ? 94 ശുശ്രൂഷ തുടങ്ങിയതാ. 94 വർഷം കുറെ അങ്ങോട്ട് കഴിഞ്ഞു. 2019 ആയപ്പോഴത്തേക്ക് സിൽവർ ജൂബിലി, ശുശ്രൂഷയുടെ സിൽവർ ജൂബിലി, 25 വർഷം. ശുഭസന്ദേശിൽ പ്രസംഗിക്കുന്നു, ഹാർവസ്റ്റിൽ പ്രസംഗിക്കുന്നു. പക്ഷേ എനിക്ക് തന്നെ തോന്നി എവിടെയോ എന്നെ ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചക്കാരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഞങ്ങളുടെ പാസ്റ്ററെ ആരോ ഒതുക്കിയിരിക്കുന്നു. അവർ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? പിശാച് ഒതുക്കിയെന്ന. പിന്നെ എനിക്ക് മനസ്സിലായത് പിശാചല്ല. ഹലോ, ദൈവം ഒതുക്കോ? ഇല്ല. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, യെശയ്യാവ് 49, ഞാൻ നിന്നെ മിനുസമുള്ള അമ്പാക്കി, മൂർച്ചയുള്ള എൻ്റെ പൂണിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ഈ പൂണിക്കകത്തേക്ക് ഇരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര മൂർച്ചയാ, എനിക്ക് പ്രസംഗിക്കാനുള്ള കൊതിയാ. പക്ഷെ നമ്മൾ പറയത്തില്ല അവനൊരു പ്രസംഗ കൊതിയനാണെന്ന്. പ്രസംഗിക്കാൻ ഇച്ചിരി കൊതിയൊക്കെ വേണം കേട്ടോ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കൊതി വേണം, അത് നിന്റെ ഗുണമാ. പക്ഷെ എനിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നെ പൂണിക്കകത്ത് കർത്താവ് ഒതുക്കി വെച്ചിരിക്കുക. ചിലരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ സാത്താൻ ഒതുക്കിയതല്ല, നിന്നെ കർത്താവ് പാത്തു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, കർത്താവ് ഈ മൂർച്ച കൂട്ടിയതിനെ ഈ പാത്തു വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. ശുശ്രൂഷയുടെ സിൽവർ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഞാൻ ചർച്ചിൽ എഴുന്നേറ്റ് ഒരു വിലാപഗീതം ഞാൻ പറഞ്ഞിട്ട്, പൊന്നു ദൈവമക്കളെ, 25 വർഷമായിരിക്കുന്നു ശുശ്രൂഷയിൽ. ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരൊക്കെ സെൻട്രൽ പാസ്റ്ററായി. ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഹലോ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ, പലരെയും ഈ പൂണിയിൽ നിന്ന് നീ വലിച്ചെടുക്കുന്നു, എന്നെ എന്താ ഉപയോഗിക്കാത്തത്? അങ്ങനെ ചോദിക്കുന്നവർ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെയുണ്ടോ? കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, നീ എൻ്റെ സീക്രട്ട് വെപ്പണ. എല്ലാ രാജ്യങ്ങൾക്കും രഹസ്യ ആയുധങ്ങളുണ്ട്, അല്ലേ? ഇന്നലെ റിപ്പബ്ലിക് ഡേ പരേഡ് കഴിഞ്ഞു, ഉണ്ടായിരുന്നു. അതിനകത്ത് ഒത്തിരി ആയുധങ്ങൾ എന്ത് ചെയ്യും? പ്രദർശിപ്പിക്കും. ഇന്ത്യയുടെ ശക്തി പ്രദർശിപ്പിക്കുന്ന പരേഡ്. പക്ഷെ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം, ആ പ്രദർശിപ്പിച്ച ആയുധങ്ങളൊക്കെ ലോകത്തിന് മുഴുവൻ അറിയാം ഇന്ത്യയുടെ കയ്യിലുണ്ടെന്ന്. അത് ലോകത്തെ അല്ല കാണിച്ചത്, ഇന്ത്യക്കാരെ കാണിച്ചതാ. ഹല്ലേലൂയ. മേരാ ദേശ് മഹാൻ എന്ന് പറയാൻ വേണ്ടി ലോകത്തിന് അറിയാത്ത രഹസ്യ ആയുധങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതൊരിക്കലും ഒരു പരേഡിലും വരത്തില്ല, ഒരു മിലിറ്ററി ഡ്രില്ലിലും വരത്തില്ല. കാരണം അത് രാജ്യത്തിന്റെ രഹസ്യമാ, പാത്തുവെച്ചിരിക്കുകയാ. നിങ്ങൾക്കറിയാമോ, നിങ്ങളിൽ ചിലരെ കർത്താവ് പാത്തുവെച്ചിരിക്കുക. എന്തിനു വേണ്ടിയെന്നറിയാമോ? ചില കാലഘട്ടത്തിലൊക്കെ ചിലരെ ദൈവം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുവാനിടയായി തീരും. എസ്തറിനോട് പറയുന്നൊരു ദൂതുണ്ട്. എന്താ ദൂതെന്നറിയാമോ? ഹലോ, എസ്തറിനോട് പറയുന്ന ദൂത് ഈ കാലത്തിലേക്കല്ലോ,
ചിലരെ ദൈവം ചില കാലഘട്ടത്തിലേക്ക് മറച്ചു വെക്കും. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ചോദിച്ചു, കർത്താവ് എന്നെ എന്തിനാ ഈ കാലഘട്ടത്തിൽ വിളിച്ചത്? എന്നെ എന്തിനാ? ഇത്രയും പ്രശ്നമുള്ള കാലം. ഹല്ലേലൂയ. പണ്ടത്തെ പോലെ ഒന്നുമല്ല കർത്താവേ. അന്നൊക്കെ ആണെങ്കിൽ സുവിശേഷ വേല കുറച്ചുകൊണ്ട് എളുപ്പമായിരുന്നു. ഒരു വല്ലാത്ത കാലത്തിലേക്ക് എന്നെ എന്തിനാ വിളിച്ചത്? ഞാൻ സൺഡേ സഭായോഗത്തിന് പ്രസംഗിച്ചു, ഈ വല്ലാത്ത കാലത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഹലോ, ഈ വല്ലാത്ത പറഞ്ഞാട്ട് ഈ വല്ലാത്ത കാലത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ സ്പെഷ്യൽ റെക്രൂട്ട് ചെയ്യാ നീ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ചിലർക്ക് നിൽക്കാൻ പറ്റാത്ത അന്തരീക്ഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഞാനും നീ ശുശ്രൂഷിക്കുന്നെങ്കിൽ, വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ സീക്രട്ട് വെപ്പൺ ആയതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലേക്ക് ദൈവം നിന്നെ ഒളിപ്പിച്ചു വെച്ചത്. ഹല്ലേലൂയ. ആ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ICPF-ന്റെ മുട്ടുമണ്ണിലെ ക്യാമ്പസ് സെന്ററിൽ ഒരു യൂത്ത് മീറ്റിംഗിന് പ്രസംഗിക്കാൻ വന്നു. എൻ്റെ സെക്ഷന് തൊട്ട് മുമ്പിലുള്ള സെക്ഷൻ ഹല്ലേലൂയ ബാബു ചെറിയാൻ പാസ്റ്റർ സെക്ഷനാണ്. അദ്ദേഹം പ്രസംഗിച്ചു, ഈ കാലഘട്ടത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. എനിക്കങ്ങ് ഭയങ്കര ആവേശമായി. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ച പ്രസംഗം പാസ്റ്റർ ഇവിടെ പറയുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോംബെക്ക് മീറ്റിങ്ങിന് പോകണം. ഹല്ലേലൂയ. അദ്ദേഹം ഇങ്ങോട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് എളുപ്പം പറഞ്ഞു. ഞാൻ ഓടിപ്പോയി ചെന്നു, പാസ്റ്ററുകളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ഈ കാലഘട്ടത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതിന് ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളെ ദൈവം കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടല്ല. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രിയിൽ ദൈവത്തിന്റെ രഹസ്യ ആയുധങ്ങളായി ഈ കാലഘട്ടത്തിൽ താങ്ക് യു ജീസസ്. ദൈവം വിളിച്ചതിൽ ചിലത് ഇതിന്റെ നടുവിലുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ 25 വർഷമായി, ഇനി എന്നാ നീ എന്നെ ഉപയോഗിക്കാൻ പോകുന്നത്? അങ്ങനെ 2020 ഒന്നാമത്തെ ദിവസം കർത്താവ് പറഞ്ഞു, ദിസ് ഇയർ വിൽ ബി ദി ഇയർ ഓഫ് എക്സ്പാൻഷൻ. ഇത് വിശാലതയുടെ വർഷമാണ്, വിശാലതയുടെ വർഷം. അടുത്ത ദിവസം ഉപസിക്കാൻ തുടങ്ങി. ഒരു 40 ദിവസം ഉപസിച്ചു. ഈ എക്സ്പാൻഷൻ വരാൻ പോവല്ലേ, ഇത് കൈവിടരുത്. ഈ വർഷം എനിക്ക് എന്ത് ചെയ്യല്ലേ? ഹലോ, ഈ വർഷം നിങ്ങളോട് ദൈവം ഒരു ദൂത് പറയുമ്പോഴുണ്ടല്ലോ, ആ ദൂതിന് വേണ്ടി നിങ്ങൾ കയറി പിടിച്ചോണം. അല്ലാതെ പ്രവാചകൻ പറഞ്ഞു നടക്കുമെന്ന് പറയരുത്. ആ ദൂത് നഷ്ടപ്പെടാതെ കയറി പിടിച്ചോണം. അടുത്ത ദിവസം ഞങ്ങൾ 40 ദിവസം ഉപസിക്കാൻ തുടങ്ങി. നമുക്ക് ദൈവം ഒരു സീസൺ വാഗ്ദത്തം ചെയ്താൽ, എന്താണ് സീസൺ? എല്ലാവരും പറഞ്ഞാൽ സീസൺ. ദൈവം സീസൺസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. യുഗങ്ങളെ കുറിച്ചുള്ള പഠനം വേദപുസ്തകത്തിലില്ലേ? ദൈവത്തിന്റെ ഓരോ യുഗത്തിലുമുള്ള ഇടപെടൽ വ്യത്യസ്തമല്ലേ? God works in seasons. ഞാൻ വിശ്വസിക്കുന്നു ഇത് ഇന്ത്യൻ സഭയുടെ സീസൺ ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സീസണുള്ള പ്രശ്നം എന്താ? പണ്ടൊരിക്കലും ദേവദാസൻ പ്രസംഗിച്ചു, നമ്മളെ ശുശ്രൂഷിക്കാൻ വിളിച്ചിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തില. എവിടെയാണ്? മുന്തിരിത്തോട്ടത്തില. ഹാർവസ്റ്റ് സീസൺ ഉണ്ട്, കൊയ്ത്തിന്റെ ഒരു സീസൺ ഉണ്ട്, വിളവെടുപ്പിന്റെ ഒരു സീസൺ ഉണ്ട്. നമ്മളെ പണിയാൻ വിളിച്ചിരിക്കുന്നത് തെങ്ങും തോട്ടത്തിലല്ല, പിന്നെ എവിടെയാണ്? മുന്തിരിത്തോട്ടത്തിൽ. വ്യത്യാസം എന്താണെന്നറിയാം? തെങ്ങിന്റെ തോട്ടത്തിൽ തെങ്ങ കയറാൻ ആളിനെ കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. തേങ്ങ തനിയെ താഴെ വരുമോ? തേങ്ങ താഴെ വീടുകൊണ്ട് വല്ല കേട് പറ്റുമോ? പക്ഷെ മുന്തിരിത്തോട്ടം അങ്ങനല്ല. മുന്തിരിത്തോട്ടത്തിൽ വിളവെടുപ്പിന് നീ ചെന്നില്ലെങ്കിൽ ധാന്യമണികൾ ഉതിർന്ന് നഷ്ടപ്പെട്ടു പോകും. ഇനി ഞാനൊരു പ്രശ്നം പറയാം. നമുക്കൊക്കെ ദൈവം തരുന്ന സീസൺ ഉണ്ടല്ലോ, എല്ലാ വർഷവും ഇല്ല. ഒരു പക്ഷേ ജീവിതത്തിൽ 1-2 സീസൺ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു സീസൺ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-25 വർഷം വെയിറ്റ് ചെയ്യണം അടുത്ത സീസൺ തിരിഞ്ഞു വരുവാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഈ സീസൺ എനിക്ക് മിസ്സാകരുത്. Let me challenge you. Hallelujah. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്ത് വെല്ലുവിളിച്ചുകൊണ്ട് പറയുക, നിങ്ങളോട് ദൈവം ഒരു ദൂത് പറഞ്ഞാൽ അത് നടന്നോളുമെന്ന് പറഞ്ഞ് ഉറങ്ങരുത്. കയറി പിടിച്ചോണം, പ്രാർത്ഥിച്ചു പിടിച്ചോണം. ഞങ്ങളൊരു 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം ഉപവാസം. 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച ഞങ്ങളുടെ പ്രയർ റൂമിന് തീ പിടിച്ചു. എന്താ? ഭയങ്കര നാശനഷ്ടം കേട്ടോ. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇയർ ഓഫ് എക്സ്പാൻഷൻ. 40 ദിവസം ഉപവസിച്ചു,
അടുത്ത ആഴ്ച എന്തുവാ? പ്രയർ റൂമിന് ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചു. ചുരുക്കത്തിൽ അങ്ങ് പറയുക. ഫെബ്രുവരി മാസത്തിൽ തീപിടുത്തം കഴിഞ്ഞു. മാർച്ച് മാസമായപ്പോൾ മാർച്ച് 13 ഒരു പ്രഖ്യാപനം, ഇന്ന് മുതൽ എല്ലാം ബന്ധാകാൻ പോവുക. ഞാൻ സഭക്കാരോട് പറഞ്ഞു, ഒരാഴ്ച നമ്മൾ ഓൺലൈൻ വെക്കുക, അടുത്ത ആഴ്ച നമുക്ക് കൂടാം. പിന്നെ 2 ആഴ്ചയായി 3 ആഴ്ചയായി മാസങ്ങൾ ഇങ്ങനെ മുന്നോട്ടങ്ങ് പോയി. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ദൂത് തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയുള്ള ദൂത് തന്നാൽ പോരായോ? ഇയർ ഓഫ് എക്സ്പാൻഷൻ, വാതിലടച്ച് കുറ്റിയിട്ട് അകത്തിരുന്നോണ്ട് എവിടെ എക്സ്പാൻഷൻ വരാനാ? സത്യമല്ലേ? എക്സ്പാൻഷൻ ഇനി വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? 25 വർഷം ശുശ്രൂഷിച്ചിട്ട്, ഹല്ലേലൂയ, 5 വർഷം ശുഭസന്ദേശിലും ഹാർവെസ്റ്റിലും എല്ലാം കൂടി ഒരു 10-20 ലക്ഷം രൂപ മുടക്കി പ്രോഗ്രാം നടത്തിയിട്ട് കിട്ടാത്ത എക്സ്പാൻഷൻ മുറി അടച്ചിരുന്നാൽ കിട്ടുമോ? നിങ്ങൾ പറ, കിട്ടുമോ? കിട്ടത്തില്ല. പക്ഷെ സംഭവിച്ച അത്ഭുതം ഞാൻ പറയാം. ലോക്ക്ഡൗൺ അങ്ങോട്ട് തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആസാദി ചാനലിനകത്ത് 995 സബ്സ്ക്രിപ്ഷൻ വന്നു. ഇനി എത്ര എണ്ണം വേണം? 1000 നയിക്കാൻ എത്ര എണ്ണം വേണം? 5. ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലുള്ള പിള്ളേരുടെ എല്ലാം കാല് പിടിച്ചു, മോനെ ഒരു സബ്സ്ക്രിപ്ഷൻ താടാ. എൻ്റെ വൈഫിൻ്റെ ഫാമിലി ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും കാല് പിടിച്ചു, മോനെ ഒരു സബ്സ്ക്രിപ്ഷൻ താടാ. നിങ്ങൾക്കറിയാമോ, 1000 ഒന്ന് ടച്ച് ചെയ്യുന്ന ഞാൻ കണ്ടു. പിന്നെ കണ്ടത് മിറക്കിളാ, സൂപ്പർ നാച്ചുറല്ല. നോക്കിയിരിക്കുമ്പോൾ ഇതങ്ങ് പൊങ്ങിപ്പോവുക. എങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഹല്ലേലൂയ. അതിനാണ് പറയുന്നത് ദൈവിക വാഗ്ദത്തങ്ങളുടെ ശക്തി. അപ്പൊ കോവിഡ് കാലത്തുണ്ടായ ഒരു ഗുണം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ ഒത്തിരി സാക്ഷ്യം കേട്ടു. ഇന്ന് സാക്ഷ്യങ്ങൾ പറയുന്ന എത്ര ചാനലുണ്ടല്ലേ? അപ്പൊ എന്നോട് ആരോട് ചോദിച്ചു, പക്ഷേ ആസാദിക്ക് ഒത്തിരി ചാനലുകൾ ഇപ്പോൾ ഉണ്ടല്ലോ സാക്ഷ്യം പറയുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവമക്കളെ, നമുക്ക് ഈ ഭൂമിയെ സാക്ഷ്യം കൊണ്ട് നിറയ്ക്കണം. കാരണം കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഗോ ആൻഡ് ബി മൈ വിറ്റ്നസ് എന്നാ പറഞ്ഞത്. ആണോ? കർത്താവ് പറഞ്ഞ സാക്ഷ്യം പറയാനാണോ? കർത്താവ് പറഞ്ഞ സാക്ഷ്യം പറയാനാ? പോയി സാക്ഷ്യം പറഞ്ഞാട്ട്. അപ്പൊ ആളുകൾ പറഞ്ഞു, പക്ഷെ ഒത്തിരി മലയാളത്തിൽ സാക്ഷ്യം വരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദിയിലൊക്കെ മാറാൻ പോകുക. ഞങ്ങൾ മേരി കഹാനി തുടങ്ങി, ഹിന്ദി ചാനൽ, 16,000 സബ്സ്ക്രിപ്ഷൻ. ഹല്ലേലൂയ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഹിന്ദിയിലും ഉണ്ട് പാസ്റ്ററെ. അപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങി, ആസാദി ഇംഗ്ലീഷ്. ഇനി അടുത്തത് ആസാദി മറാത്ത, ആസാദി ബംഗള തുടങ്ങാൻ പോകുക. ഹല്ലേലൂയ. സുവിശേഷ രാജ്യത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അപ്പൊ ഈ സാക്ഷ്യങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞു, 400 സാക്ഷ്യം നമ്മൾ എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്തു. ചിലരൊക്കെ എന്നെ കണ്ടിട്ട് പറയും, പാസ്റ്ററെ ചാനലിലെ സാക്ഷ്യം കണ്ടിട്ട് ഞങ്ങളുടെ വിശ്വാസം അങ്ങ്. ഞാൻ അവരോട് പറയും, എൻ്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങളുടെ അല്ല വിശ്വാസം വർദ്ധിച്ചത്, എൻ്റെ വിശ്വാസം വർദ്ധിച്ചത്. നിങ്ങളൊരു 4, 5, 10, 15 സാക്ഷ്യം കണ്ടിട്ടുള്ളത്, ഞാൻ ഈ 400 എണ്ണവും കണ്ടിട്ടുണ്ട്. എൻ്റെ വിശ്വാസം കണ്ടമാനം വർദ്ധിച്ചു. ഹല്ലേലൂയ. കണ്ടമാനം വർദ്ധിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഏറ്റവും അവിശ്വസനീയമായ സാക്ഷ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. അത്രയധികം അവിശ്വസനീയമാകുന്ന ദൈവപ്രവൃത്തികൾ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹിന്ദി ചാനലിൽ വന്നൊരു സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. മേരി മക്ബൂൽ എന്നാണ് സഹോദരിയുടെ പേര്, മേരി മക്ബൂൽ. ആ സഹോദരി 10-25 വയസ്സുള്ളപ്പോൾ കുഷ്ഠരോഗം വന്നു. മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ വെളുത്തുപോയി, കണ്ണ് അടയാതെ തുറന്നിരുന്നു, ശരീരം മുഴുവൻ കുഷ്ഠരോഗം വന്നു. നിങ്ങൾക്കറിയാമോ, ഒരു പാവം പിടിച്ച ഉപദേശി വീട്ടിൽ കൂടെ കയറി വന്നപ്പോൾ ഒരു കയ്യിൽ എണ്ണ എടുത്ത് പൂശി ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഷ്ഠരോഗത്തിന്റെ ഹല്ലേലൂയ ഒരു ലക്ഷണവുമില്ലാതെ കംപ്ലീറ്റ് ഹീലിംഗ് ആയി. സംഭവിക്കുമോ? ഈ കാലഘട്ടത്തിൽ 2000 വർഷങ്ങളിൽ 21st സെഞ്ചുറിയിൽ കുഷ്ഠരോഗം സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു. ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ കൊതി. ഞാൻ ഇന്ന് രാവിലെ പോയി യൂത്ത് ക്യാമ്പിൽ കുഞ്ഞുങ്ങൾ കൊതിയോടുകൂടെ പ്രാർത്ഥിക്കുക ആത്മനിറവിന് വേണ്ടി. ഈ ദിവസങ്ങളിൽ ഞാൻ ചില കൺവെൻഷനുകൾ കാണുന്നു, അവിടെയെല്ലാം അസാധാരണമാകുന്ന ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. പാട്ടുകാർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ജനത്തിലേക്ക് ഇറങ്ങുന്നു. 27ാമത് കലേപുരം കൺവെൻഷന്റെ കടശി രാത്രി, ഇന്ന് രാത്രി അസാധാരണമാകുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഈ പന്തലിനകത്തുണ്ടാകണം.
ഉത്സവത്തിന്റെ മഹാദിനമാകുന്ന ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ആർക്കെങ്കിലും ദാഹമുണ്ടെങ്കിൽ ഒഴുകയായി സ്വർഗം അയക്കുകയില്ല. സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവ് ഇന്ന് രാത്രി ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വ്യാപരിക്കാൻ പോകുകയാണ്. സാധാരണമാകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു കൊതി ദൈവമക്കളുടെ അകത്തുണ്ടായിക്കൊണ്ടിരിക്കുക. കൊതിയുണ്ടോ? 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 അല്ല, ഈ വർഷം ഞാൻ ചെന്ന മീറ്റിങ്ങുകളിൽ, കഴിഞ്ഞ വർഷം ചെന്ന മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. PYFയുടെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ ചോദിക്കാറില്ലേ, നിങ്ങൾക്ക് സന്തോഷമാണോ? ആർ യു ഓൾ ഹാപ്പി? നിങ്ങൾക്ക് സന്തോഷമാണോ? ആണോ? ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കേൾക്കേണ്ടിയിരുന്നത് നിങ്ങൾ പറയണം, അല്ല പാസ്റ്ററെ എനിക്ക് സന്തോഷമല്ല. എന്തുകൊണ്ട് സന്തോഷമല്ല? എൻ്റെ അകത്തൊരു വലിയ കത്തലുണ്ട് കേട്ടോ, എൻ്റെ അകത്തൊരു വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. ഇത് പോരാ കർത്താവേ എന്ന് ഒരു വലിയ കരച്ചിൽ എനിക്കുണ്ട് കേട്ടോ. അതാ എനിക്ക് കേൾക്കേണ്ടത്. ഇത് പോരായേ. മക്കളെ, നമ്മളങ്ങനെ പാട്ട് പാടത്തില്ലേ, ഇത് പോരായേ, പോരായേ, ഈ സാന്നിധ്യം, ഈ സാന്നിധ്യം. രാവിലത്തെ മീറ്റിങ്ങിന് ഞാൻ പാടി, കൊതിയാകുന്നേ, കൊതിയാകുന്നേ നിൻ സാന്നിധ്യം കാണുവാൻ. പാടാൻ പറ്റുമോ? ഹലോ, കൊതിയാകുന്നേ, കൊതിയാകുന്നേ നിൻ സാന്നിധ്യം കാണുവാൻ. പാടണമെന്നേ, പറയണമെന്നേ. അപ്പൊ എനിക്കിത് പോരാ, എനിക്കിത് പോരാ. നിങ്ങൾക്കറിയാമോ, ആത്മിക വളർച്ചയുടെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ സ്പിരിച്വൽ ഡിപ്രഷനാണ്. നമ്മൾ ഭയങ്കര സന്തോഷമാണ്, നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്കെന്താ കുഴപ്പം? നമുക്കെല്ലാം ഉണ്ടെന്നേ. പൗലോസ് ചോദിക്കുന്ന ചോദ്യം, ഇത്ര വേഗത്തിൽ നിങ്ങൾ തൃപ്തരായി തീർന്നോ? എല്ലാവർക്കും വലിയ സംതൃപ്തിയാ, എല്ലാവർക്കും സന്തോഷമാ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ആ ആത്മിക ഹല്ലേലൂയ അവസ്ഥയുണ്ടല്ലോ, എല്ലാം ഉണ്ടെന്നുള്ള ഭാവം, അത് നമ്മുടെ ആത്മിക വളർച്ചയെ തടയുന്നു. അത് നമ്മുടെ ആത്മീയ വളർച്ചയെ, നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് തൃപ്തിയായിട്ട് ഇരിക്കുന്നതാണ്. ഓരോ ദിവസവും പറയണം, ഇത് പോരാ, ഈ ശുശ്രൂഷ പോരാ, ഈ വെളിപ്പാട് പോരാ, ഈ കൃപാവരം പോരാ, ഈ കാലഘട്ടത്തിലേക്ക് ഇത് പോരാ കർത്താവേ. രാത്രി എനിക്ക് ഇത്രയുമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അകത്തൊരു കൊതി ഒന്നിടാൻ പോവുകയാണ്. എനിക്കിത് പോരാ കർത്താവേ, എനിക്ക് ഈ നിറവ് പോരാ കർത്താവേ, എനിക്ക് ഈ അഭിഷേകം പോരാ കർത്താവേ. ഒരു വലിയ കൊതി ഇന്ന് രാത്രി നമ്മുടെ അകത്തേക്ക് നിറയട്ടെ. ഹല്ലേലൂയ. ആത്മാവല്ലേ, സഖരിയാവിന്റെ പുസ്തകത്തിൽ 2 ഭാഗത്ത് നമ്മൾ കാണുന്നു. സഖരിയാവ് 4, സഖരിയാവ് 12, രണ്ടിടത്ത് നമ്മൾ കാണുന്നു എൻ്റെ ആത്മാവ്, കൃപയുടെയും യാചനയുടെയും ആത്മാവ്. സഖരിയാവ് 4 എന്താ പറയുന്നത്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. യഹോവയുടെ ആത്മാവ്. മറന്നുപോകില്ല ഈ വാക്യങ്ങൾ കേട്ടോ, ഞാൻ ഭാഗത്തേക്ക് മടങ്ങി വരാം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു വലിയ കൊതി ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടാകണം. ഞാനൊരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇന്ന് എന്താ വചനം അവിടെ പറയേണ്ടത്? ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, 81-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു. വാക്യം എന്താ നമുക്കെല്ലാം അറിയാം, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പ്രോസ്പെരിറ്റി പ്രസംഗം ഇഷ്ടമില്ലാത്ത ആളാണ്. ഹലോ, എനിക്ക് ഇതൊരു പ്രോസ്പെരിറ്റി വചനമല്ല. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാനതിനെ ആന്നോ? ഇതൊരു പ്രോസ്പെരിറ്റി വചനമാണെന്നോ? അങ്ങനെ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടുള്ളത് കേട്ടോ. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, ദൈവം നിറയ്ക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ വേറെ എന്തെങ്കിലും. കാരണം ഇത് പറയാൻ പോയ പിന്നെ നമ്മൾ പ്രോസ്പെരിറ്റി ഒത്തിരി പറയേണ്ടി വരും. ഞാൻ അനുഗ്രഹങ്ങളിൽ വിശ്വസിക്കുന്നു, അതിനൊന്നും എതിർക്കുകയല്ല കേട്ടോ. പക്ഷെ അതിലും വലുതുണ്ടെന്നേ, അതിലും പ്രധാനപ്പെട്ടതുണ്ടെന്നേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. കർത്താവ് പറഞ്ഞു, മോനെ ഇത് പ്രോസ്പെരിറ്റി മെസ്സേജ് അല്ലടാ, ഇതൊന്ന് പഠിച്ചു നോക്ക. നീ വചനം എന്താ പറഞ്ഞു? നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാനതിനെ നിറയ്ക്കും. ഞാൻ ആ വചനം അങ്ങോട്ട് ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു വചന വെളിപ്പാട് തന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞാടാ, നീ ഒരു കിളിക്കൂട്ടിലേക്കൊന്ന് നോക്കിക്കേ.
ഒരു 4-5 കിളിക്കുഞ്ഞുങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ ഭാവനയില്? 4-5 കിളിക്കുഞ്ഞുങ്ങൾ അമ്മക്കിളി തീറ്റയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവം? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെ ചെയ്യുന്നത്? ഇതങ്ങ് ചാടുക കേട്ടോ, കഴുത്തങ്ങ് നീട്ടുക കേട്ടോ, എന്നിട്ട് വായ എന്ത് ചെയ്യുക? വിസ്താരത്തിൽ തുറക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ ഈ വചനം നീ ഇനി പ്രസംഗിക്കുമ്പോൾ ആ കിളിക്കൂട്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് പ്രസംഗിക്കണം. ഭയങ്കര വിശപ്പാ, പറഞ്ഞാട്ടെ, ഭയങ്കര വിശപ്പാ. അടുത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചൊക്കെ, സിസ്റ്ററെ ബ്രദറെ വിശപ്പുണ്ടോ? ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടി. ഹല്ലേലൂയ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നത് കേട്ടോ. ഞങ്ങളുടെ വിശ്വാസികൾ ചോദിക്കാൻ പറഞ്ഞാൽ ചോദിക്കും അല്ലേ പാസ്റ്ററെ? ഇന്ന് ഞാൻ പ്രസംഗിച്ച യൂത്ത് റിട്രീറ്റിന് പകുതി പേര് ഹിന്ദിക്കാരായിരുന്നു. ഏതോ ഒരു ബൈബിൾ കോളേജിലുള്ള ഹിന്ദിക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ആൾട്ടർ കോൾ കൊടുത്തപ്പോൾ മലയാളികൾ, നമ്മുടെ കേരളക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുക, ഹിന്ദിക്കാരെല്ലാം ഓടി മുന്നിൽ വന്നു. ഹിന്ദിക്കാർ മുന്നിൽ വന്ന് കണ്ടപ്പോൾ മലയാളികൾ പുറകെ വന്നു. സത്യത്തിൽ അതാ ഇന്ന് സംഭവിക്കുന്നത്. നോർത്തിനെ, ഹല്ലേലൂയ, നോർത്ത് ഇന്ത്യയെ സൗത്ത് ഇന്ത്യ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് നേരെ തിരിച്ചായിരുന്നു കേട്ടോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശപ്പുണ്ടോ? വിശപ്പുണ്ടെങ്കിൽ ബഹളം വെക്കും കേട്ടോ. നമ്മൾ എന്താ കൃപാവരം പ്രാപിക്കാത്തത്? തൃപ്തിയായി. നമ്മൾ എന്താ അഭിഷേകം പ്രാപിക്കാത്തത്? വിശപ്പില്ല. നിങ്ങൾക്ക് വിശപ്പില്ലെങ്കിൽ ഫിനി പാസ്റ്റർ എത്ര വലിയ പ്രസംഗം ഇവിടെ പ്രസംഗിച്ചാലും ഈ കലബുര കൺവെൻഷന്റെ ലാസ്റ്റ് നൈറ്റിൽ നിങ്ങളൊന്നും പ്രാപിക്കത്തില്ല. പക്ഷെ വിശപ്പുണ്ടെങ്കിൽ, വിശപ്പുള്ള ഒരെണ്ണം ഇതിനകത്തുണ്ടെങ്കിൽ ബാക്കി ആരും പ്രാപിച്ചില്ലെങ്കിലും അവൻ പ്രാപിച്ചോണ്ട് പോകും. അപ്പോൾ ഉണർവിന്റെ, ദൈവകൃപ പ്രാപിക്കുന്നതിന്റെ, പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുന്നതിന്റെ അടിസ്ഥാന റിക്വയർമെന്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡിസ്കണ്ടന്റ്മെന്റ് ആണ്, സ്പിരിച്വൽ ഡിപ്രഷൻ ആണ്, വലിയ വിശപ്പാണ്. അതാണ് വലിയ വിശപ്പ്. എനിക്കിത് പോരാ. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് എന്തുകൊണ്ടാ ഉറക്കം വരാത്ത? വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ കടം, ലോൺ, അതൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് ഇത് പോരെന്ന്. അങ്ങനെ ഉറങ്ങാതെ കിടന്ന മനുഷ്യരുണ്ട്, രാത്രി ഉറക്കമില്ലാതെ കിടന്ന മനുഷ്യരുണ്ട്. അതിലൊരാളായിരുന്നു ദാവീദ്. 63-ാം സങ്കീർത്തനം നിങ്ങൾ സമയം പോലെ വീട്ടിൽ പോയി വായിച്ചു കൊള്ളുക. അതിനകത്ത് എഴുതുന്നു, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്, നിങ്ങളുടെ ദേശം ഉണങ്ങി വരേണ്ട ദേശമാകാം, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഇപ്പൊ ഞാൻ ഓർത്തത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെയ്തെന്ന് അല്ലേ, അധികാലത്ത്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനല്ല കേട്ടോ. അതിന്റെ 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ കിടക്കയിൽ ഞാൻ ധ്യാനിക്കുകയാ രാത്രിയുടെ യാമങ്ങളിൽ. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഈ രാവിലത്തെ പ്രാർത്ഥനയല്ല കേട്ടോ. കിടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാത്രിയുടെ യാമങ്ങളിൽ കർത്താവുമായി സംഭാഷിച്ചു കൊണ്ടിരിക്കുക. കർത്താവേ, എന്നെ ഒന്ന് തൊടണം, കർത്താവേ എന്നെ ഒന്ന് സ്പർശിക്കണം, എനിക്കിത് പോരാ, ഈ അഭിഷേകം പോരാ. അതൊരു പ്രോസസ്സാ കേട്ടോ. രാത്രിയിൽ നിനക്ക് ഉറക്കം കിട്ടാത്ത രാത്രി ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഉണർവ്. ദൈവം നിന്റെ ഹൃദയത്തെ ഉണർത്തിക്കഴിഞ്ഞു. ഉണർവ് ഒരിടത്തുണ്ടായാൽ രാത്രിയിൽ നിനക്ക് ഉറക്കം കിട്ടത്തില്ല. രാത്രിയിൽ നീ മുഴങ്കാലിലിരിക്കും, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ ഇത് പോരാ. ഭയങ്കര വിശപ്പാ, ഭയങ്കര ദാഹമാ. ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് എന്താ അസാധാരണമാകുന്ന ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകും. ഞാനത് വിശ്വസിക്കുന്നു. ഒരു അസാധാരണ ദൈവശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഞാൻ അറിയുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ. എനിക്ക് കേരളത്തിലെ കൺവെൻഷൻ പ്രസംഗ ശൈലി അറിയത്തില്ല കേട്ടോ, ക്ഷമിക്കണം. ഞാൻ പാസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ 2-3 കൺവെൻഷൻ്റെ വീഡിയോ കണ്ടു. എന്നിട്ട് എൻ്റെ ഭാര്യയോട്, എൻ്റെ പൊന്ന് ഹല്ലേലൂയ സാന്റി, എനിക്ക് പേടിയാണ് കേരളത്തിൽ പ്രസംഗിക്കുക. കാരണം എന്തൊരു വാചകമെന്നറിയോ, എന്തൊരു പ്രാസമെന്നറിയോ, എന്തൊരു പ്രസംഗമെന്നറിയോ. എനിക്കിതൊന്നും ഇല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ പ്രസംഗിക്കാൻ. കാരണം എനിക്കിതൊന്നും, ഹലോ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ചിലത് സംഭവിക്കാൻ പോകുക. നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കാൻ പോകുക. ആ 63-ാം സങ്കീർത്തനത്തിൽ ഒന്ന് വായിക്കാമോ വാക്യം?
5-ാമത്തെ വാക്യം മുതൽ, 5 മുതലല്ലേ? എൻ്റെ കിടക്കയിൽ ഓർക്കാറുണ്ടോ കർത്താവിനെ? കിടക്കയിൽ ഉറക്കമില്ലാത്ത രാത്രികൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഉറക്കമില്ലാത്ത രാത്രി വരുമ്പോൾ എന്ത് ചെയ്യണം? ആട്ടിൻ പറ്റത്തെ എണ്ണണം അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? ആട്ടിൻ പറ്റത്തെ എണ്ണുക, കൗണ്ടിങ് ദ ഷീപ്സ് അല്ലയോ? പീപ്പിൾ യൂസ് ടു കൗണ്ട് ദർ ഷീപ്സ്. 1, 2, 3, 4 ഉറങ്ങാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡു നോട്ട് കൗണ്ട് യുവർ ഷീപ്സ് ബട്ട് ഹല്ലേലൂയ ടോക്ക് ടു യുവർ ഷെപ്പേർഡ്. ഇടയനോട് സംസാരിക്കുക. ഉറക്കമില്ലാത്ത രാത്രിയിൽ ആടിനെ എണ്ണി തീർക്കരുത്. ഉറക്കമില്ലാത്ത രാത്രിയിൽ എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞിട്ട് ഇടയനോട് സംസാരിക്കണം. ഉറക്കമില്ലാത്ത രാത്രിയിൽ ഞാൻ നിന്നെ ഓർക്കുകയാ, എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുക, ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയാ. അങ്ങനെ രാത്രി മുഴുവൻ ഓർത്ത്, രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ കർത്താവിനെ ധ്യാനിച്ച് പ്രഭാതമായപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്റെ ബലവും മഹത്വവും കാണണം. എന്താണ് പറഞ്ഞത്? I want to see your power and your glory. എനിക്ക് നിന്റെ ബലവും മഹത്വം കാണണം. ബലവും മഹത്വം ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ? ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ? രണ്ടും രണ്ടാ. പവർ ആൻഡ് ഗ്ലോറി രണ്ടും രണ്ടാ. നമുക്ക് പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും കേട്ടോ. മോശയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് നിന്റെ മഹത്വം കാണണം. അപ്പൊ എന്റെ ചോദ്യം, നീ കണ്ടിട്ടില്ലേ? അയ്യോ, ദൈവത്തിന്റെ എത്ര മഹത്വം നീ കണ്ടതാ? ചെങ്കടൽ രണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? ആകാശത്തുനിന്ന് മഞ്ഞ പൊഴിയുന്നത് കണ്ടിട്ടില്ലേ? മിസ്രൈം കിടുകിട വിറയ്ക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ മോശ പറയും, അതൊക്കെ ദൈവത്തിന്റെ നീട്ടിയ ഭുജത്തിന്റെ പവറാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഐ എം നോട്ട് ആസ്കിംഗ് ഫോർ അനദർ മിറക്കിൾ. ഒരു അത്ഭുതം കൂടെ ചെയ്യാനല്ല ഞാൻ പറയുന്നത്, എനിക്ക് ദൈവത്തിന്റെ മഹത്വം കാണണം. അപ്പൊ ദാവീദ് പറയും, ഈ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്, ചുറ്റും ആത്മീക സാന്നിധ്യമില്ലാത്ത ഉണങ്ങി വരേണ്ട ആത്മീക അനുഭവങ്ങളുടെ നടുവിൽ എനിക്ക് കർത്താവേ നിന്റെ ബലവും കാണണം, എനിക്ക് നിന്റെ മഹത്വം കാണണം. ദൈവസഭയ്ക്കകത്ത് ഇത് രണ്ടും കാണണം. ദൈവസഭയ്ക്കകത്ത് ബലവും കാണണം. ബലം എന്താണെന്നറിയാമോ? ചർച്ചിന്റെ അകത്ത് വരുന്നവന്റെ ട്യൂമർ വാനിഷ് ആകണം. വാനിഷ് ആകുമോ? ട്യൂമർ അപ്രത്യക്ഷമാകുമോ? ആകുമോ? 100% ആകുമെന്നേ. ഞാൻ പറഞ്ഞല്ലോ, ആസാദി ചാനൽ കണ്ട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ ഇരിക്കാൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്ത് ഹല്ലേലൂയ ഒരു അങ്കിളിന് സ്പൈനലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. കഴുത്തിന് താഴോട്ട് തളർന്നുപോയി. ഡോക്ടർ പറഞ്ഞു, ഇനിയും ഒരു രക്ഷയുമില്ല. സ്പൈനൽ കോഡിനുണ്ടാകുന്ന ഇഞ്ചുറി എന്താണ്? പെർമനൻ്റ് ആണ്. അത് ആർക്ക് ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം കിടപ്പ് കണ്ട് ഞങ്ങൾക്ക് സങ്കടം വന്നു. ഞങ്ങളുടെ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററാണ്. ഞങ്ങളുടെ ചർച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ ഹല്ലേലൂയ എനിക്കൊരു മിറക്കിൾ വേണം. ആസാദിയിലൂടെ 400 സാക്ഷ്യം കൊണ്ടുവന്നു. അതുപോലെ അതൊക്കെ ആരാധനയുടെ സാക്ഷ്യമാണ്. എൻ്റെ ചർച്ചിൻ്റെ അകത്ത് എനിക്കൊരു സാക്ഷ്യം കാണണം. എൻ്റെ ചർച്ചിൻ്റെ അകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ എനിക്ക് കാണണം. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞങ്ങളുടെ ചർച്ചിലെ ആന്റിമാര് ഈ ആഴ്ചയിൽ അങ്ങോട്ട് പോയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ആഴ്ചയിൽ പോയി പ്രാർത്ഥിക്കും. പാസ്റ്റർമാർ മുഴുവൻ പോയി പ്രാർത്ഥിക്കും. പ്രാർത്ഥന. ഒരു ദിവസം ആ അച്ഛൻ്റെ ഹല്ലേലൂയ ഭാര്യ എനിക്കൊരു വീഡിയോ ഇട്ടേക്ക, പാസ്റ്ററെ അച്ഛൻ എഴുന്നേറ്റു. എന്നിട്ട് വീഡിയോ കാണിച്ചേക്ക, അച്ഛൻ കട്ടിലേന്ന് എഴുന്നേക്കുന്നു ഇരിക്കുന്നു. ഇതേതെങ്കിലും മിറക്കിൾ ക്രൂസേഡ് അല്ല. ഒരു സാധാരണ സഭയുടെ പ്രാർത്ഥനയ്ക്കകത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറിയെ യേശു സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ, കലേപുരം സെൻട്രലിന്റെ ഓരോ ചർച്ചുകളിലും we want to witness his power and his glory. കലേപുരം ചർച്ചിന്റെ, കലേപുരം ദേശത്തിന്റെ. ഞാനിവിടെ ദൈവദാസനോട് ചോദിച്ചു മരത്തിനാൽ ഫാമിലിയെ കുറിച്ച്. കാരണം ഞാൻ പണ്ട് മസ്കറ്റിൽ പോയപ്പം ഹല്ലേലൂയ അവിടെ മരത്തിനാൽ ഫാമിലിയിലെ ചിലരെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു കലേപുരം അന്നമ്മ പ്രവാചകിയുടെ മക്കളൊക്കെയാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭയങ്കര ലെഗസിയാ അല്ലേ? കലേപുരത്തിനൊരു കഥയില്ലേ? കലേപുരത്തിനൊരു ആത്മിക പൈതൃകമില്ലേ? കലേപുര ദേശത്തിന് ഒരാത്മിക പൈതൃകമുണ്ടെങ്കിൽ ഈ തലമുറയിൽ നിന്ന് ചിലർ പ്രവാചകിമാരായി, ഈ തലമുറയിൽ നിന്ന് ചിലർ അഭിഷക്തരായി എഴുന്നേറ്റ് വരേണ്ടിയിരിക്കുന്നു. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ട് അന്തരീക്ഷം മാറുക. മൽഖമാന റംശൽ ഖമാന ജുബന റംശൽ ഖമാന ഹർദനെ രഗദൽ പംശൽ ഖമാനെ ഹർദേ ലഗ ശകന രാംദനെ ഹേ 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 ഹേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞൊരു ദിവസം ഞങ്ങളുടെ ചർച്ചിന്റെ കൊയറിൽ ലീഡ് ചെയ്യുമ്പോൾ, എൻ്റെ മോള് ലീഡ് ചെയ്യുമ്പോൾ, അവള് പ്രസംഗിക്കുമ്പോൾ, അവള് പ്രവചിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നോട്ട് പറഞ്ഞു, കർത്താവേ ഐ വാണ്ട് ടു സീ, എനിക്ക് കാണണം. വചനം പറയുന്നു, നിങ്ങളുടെ പുത്രന്മാർ
പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്റെ മക്കൾ പ്രവചിക്കുന്നത് എനിക്ക് കാണണം. വിളിച്ചു പറഞ്ഞാട്ട്, എന്റെ മക്കൾ 21-ാം നൂറ്റാണ്ടിൽ അന്ത്യകാല സഭയിൽ എന്റെ മക്കൾ പ്രവചിക്കുന്നത് എനിക്ക് കാണണം. കരങ്ങളെ ശക്തമായി അടിച്ച്, കലേപുരത്തെ സഭകൾ വരണ്ട ദേശമായിരിക്കുവാൻ പാടില്ല. എനിക്ക് ഈ ദേശത്തിന്റെ ആത്മിക പൈതൃകമേ അറിയത്തുള്ളൂ. എനിക്ക് ഈ ദേശത്തിന്റെ ആത്മിക പാരമ്പര്യമേ അറിയത്തുള്ളൂ. എനിക്ക് ഈ ദേശത്തിന്റെ ഇന്നിന്റെ അവസ്ഥ അറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശമേ, നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഓ, കൊതിയുള്ള ഒരു തലമുറ, ദാഹമുള്ളൊരു തലമുറ, വിശപ്പുള്ളൊരു തലമുറ ഇതിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റു വരട്ടെ. ദേശത്തിന്റെ ആത്മീയ ഭാവിയെ മാറ്റുവാൻ സെൻട്രലിലെ ഓരോ ചർച്ചിലും ദൈവത്തിന്റെ ബലം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ വല്ലഭത്വം വെളിപ്പെടട്ടെ, അവന്റെ നീട്ടിയ കരത്തിന്റെ കരുത്ത് ഓരോ സഭകളിലും വെളിപ്പെടട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മോശയോട് ചോദിച്ചു നോക്ക്. മോശ പറയും, ഞാൻ ആ കണ്ടതൊക്കെ ദൈവത്തിന്റെ പവറാകട്ടോ. ഇപ്പം ഞാൻ ചോദിക്കുന്നത് പവർ അല്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഐ എം നോട്ട് ആസ്കിംഗ് ഫോർ അനദർ മിറക്കിൾ, ഒരത്ഭുതമല്ല. പിന്നെന്താണെന്നറിയാമോ? കർത്താവിനോട് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്കതൊന്ന് കാണണം. നീ എന്റെ കൂടെ നടക്കുന്നു എന്ന ഒരു തോന്നലിൽ എനിക്ക് നടന്നാ പോരാ. നമ്മളൊക്കെ പറത്തില്ല കർത്താവിന്റെ കൂടെ ഉണ്ടോന്ന് ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പോരാ, എനിക്ക് കാണണം. എന്റെ കൂടെ നടക്കുന്ന യേശുവിനെ, എന്റെ കൈപിടിച്ച് നടക്കുന്ന യേശുവിനെ എനിക്ക് 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 കാണണമെന്ന്. ദൈവത്തിന്റെ ഗ്ലോറി എനിക്ക് കാണണമെന്ന്. ദൈവത്തിന്റെ ഷെക്കന പ്രസൻസ് എനിക്ക് കാണണമെന്ന്. അതൽപം ശൽഖമാന. അതൊക്കറിയാമോ? ഈ 21-ാം നൂറ്റാണ്ട് അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വിഷ്വൽ കാബോധ്, ദൈവത്തിന്റെ വിഷ്വൽ ഷെക്കേന ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണ്ട് കേരളത്തിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ ഷെക്കേന ഇറങ്ങി കത്തുന്നത് പെന്തക്കോസ്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഞാനൊരു പഴയ പെന്തക്കോസ്തിന്റെ ആളാ കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ തലമുറയിൽ അസാധാരണമാകുന്ന ദൈവത്തിന്റെ ഷെക്കേനയുടെ മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ ചേർച്ചസിന്റെ മുകളിൽ ഒന്നുണ്ടാകട്ടെ. ഉണ്ടാകുമോ? അതുണ്ടാകണമെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു അസംതൃപ്തി ഉണ്ടാകണം, ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകണം. ഒരു സ്പിരിച്വൽ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ വാർത്ത കേട്ടിട്ടില്ലേ നിങ്ങൾ? ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിരിക്കുന്നു, കേട്ടിട്ടുണ്ടോ? അതിന് ഇംഗ്ലീഷ് എന്താ കുഞ്ഞുങ്ങളെ? ഡിപ്രഷൻ. എന്താണ്? അങ്ങനെ അത്. ഹല്ലേലൂയ. ബംഗാൾ ഉൾക്കടലിൽ ഒരു ഡിപ്രഷൻ ഉണ്ടായിരിക്കുന്നു. ഡിപ്രഷൻ ഉണ്ടായിരുന്ന ഗുണം എന്താണെന്നറിയാമോ? അവിടെ ഹല്ലേലൂയ ഉള്ള വായു എല്ലാം പൊങ്ങിപ്പോയി. അവിടെ ഒരു വാക്യം ഉണ്ടായി. അടുത്ത ദേശങ്ങളിൽ നിന്നെല്ലാം വായു ഇടിച്ചങ്ങോട്ട് കയറും. ഒരു കാറ്റുണ്ടാകും. കാറ്റ് മേഘത്തെ കൊണ്ടുവരും. മേഘം മഴ പെയ്യ്ക്കുമോ? സ്പിരിച്വൽ ഡിപ്രഷൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭകൾക്കകത്തുണ്ടാകട്ടെ. സ്പിരിച്വൽ ഡിസ്കണ്ടന്റ്മെന്റ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്തുണ്ടാകട്ടെ. ഉറക്കമില്ലാത്ത രാത്രികൾ, കർത്താവേ എനിക്കിത് പോരാ, ഈ സാന്നിധ്യം പോരാ, ഈ കൃപ പോരാ, ഈ വെളിപ്പാട് പോരാ. ഈ കാലഘട്ടത്തിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്റെ അസാധാരണമാകുന്ന രഹസ്യായുധമാണെങ്കിൽ, ഹല്ലേലൂയ, അതിനനുസരിച്ച് എനിക്ക് ചിലത് വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്ത് വേണം? സ്പിരിച്വൽ ഡിപ്രഷൻ, വിശപ്പ്, ദാഹം. യേശു ആരെയാ വിളിച്ചെന്നറിയാമോ? ദാഹിക്കുന്നവൻ. ആരാണ്? ദാഹമില്ലാത്തവരെ ആരും യേശു നിർബന്ധിച്ച് കുടിപ്പിക്കത്തില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പണ്ട് കാളച്ചന്തയെ കാളെ വിൽക്കാൻ കൊണ്ടുവന്നതിന് മുമ്പ് ഇതിനെ വെള്ളം കുടിപ്പിക്കും അല്ലേ? വായിക്കാത്തോടെ ഒരു സാധനമൊക്കെ കേട്ടിട്ട് അതിനകത്തൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുളങ്ങമ്പ്. യേശുപ്പച്ച മുളങ്ങമ്പ് കൊണ്ടുവന്ന് നിങ്ങളുടെ ആരുടെയും വായി കുപ്പിത്തിക്കിട്ട് കുട്ടിയടാ എന്ന് പറഞ്ഞ് കുടിപ്പിക്കത്തില്ല. വായെ വിസ്താരത്തിൽ തുറക്കാൻ തയ്യാറായാൽ ഒരു കിളിക്കുഞ്ഞ് കൂട്ടിൽ കിടന്ന് കാണിക്കുന്ന പരാക്രമം ഒന്ന് കണ്ടു നോക്കിക്കേ. എന്റെ ചോദ്യം,
ഒരു 4-5 കുഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ. ഇന്നത്തെ ഏത് കുഞ്ഞിന്റെ വായിലായിരിക്കും അമ്മ ആദ്യം തീറ്റി വെച്ച് കൊടുക്കുന്നത്? നിങ്ങൾ പറ. ഉറക്കം തൂങ്ങിയിരിക്കുന്ന കുഞ്ഞിന്റെ ആന്ന്? അല്ല, ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന, അമ്മയുടെ വായിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന, അങ്ങോട്ട് ചാടിപ്പിടിക്കുന്ന, ഒരു ദൂതിങ്ങോട്ട് വീണാൽ അങ്ങോട്ട് ചാടിപ്പിടിക്കുന്ന ചിലത് ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ വേറെ ആരും കൊണ്ടുപോകാതെ നീ ചിലത് പ്രാപിച്ചുകൊണ്ട് ഈ രാത്രി പോകാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോ ശിഖന റംശൽ ഖമന ജുബന്ദന റംശൽ ഖമന ഹദൽ പംശൽ ഖമന റംശൽ ഖമന. കരങ്ങളെ അടിച്ച് ചിലത് പ്രാപിച്ചോ, ചിലത് പ്രാപിച്ചോ. ചില കുഞ്ഞുങ്ങളുടെ മേൽ അസാധാരണമാകുന്ന ദൈവശക്തി, ഒരു പുതിയ അഭിഷേകം, ഒരു പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റിന്റെ ഉള്ളിൽ വ്യാപരിച്ച, ആദ്യ നൂറ്റാണ്ടിൽ വ്യാപരിച്ച ഒരു പുതിയ അഭിഷേകം ഇന്ന് രാത്രി ചിലരുടെ മേൽ ഓപ്പണായി വരികയാ. ആമേൻ, ആമേൻ, ആമേൻ. മാഷഖമന പ്രാപിച്ചോ. മാൽതൽഹഗ ശകന ജുമാന റംശൽ ഖമന ഹദൽ പംശൽ ഖമന. ഇതിനകത്ത് ചിലരുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന രോഗത്തെ, ഇതിനകത്ത് ചിലരുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന മരണത്തിന്റെ ഭയത്തെ എടുത്തു മാറ്റുക. ഈ സഹോദരന്മാരിയിരിക്കുന്ന ഭാഗത്തിൽ 1, 2, 3, 4, 5-ാമത്തെ റോയിലിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, മരണഭയം യേശുവിന്റെ നാമത്തിൽ. ഓ ഹാമാഷ 1, 2, 3, 4, 5, 6-ാമത്തെ റോയിലിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, സഹോദര, നിന്റെ അകത്തുനിന്ന് മരണഭയം മാറിപ്പോകുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളടത്ത് മരണത്തെ ഭയമില്ല. കാരണം യേശുവിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അതേ ആത്മാവ്, മരണത്തെ ജയിച്ചവന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങി വരികയാ. കരങ്ങളെ അടിച്ച് ശക്തമായി അടിച്ച് പ്രാപിച്ചോ. മാതൽ പംശൽ ഖമന. കൃപ 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 കൃപ. വിശപ്പുണ്ടോ? നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്. സ്വർഗം നിറയ്ക്കാൻ പോകുക. ആദ്യ നൂറ്റാണ്ടിൽ പൗലോസ് അനുഭവിച്ചത്, ആദ്യ നൂറ്റാണ്ടിൽ പത്രോസ് അനുഭവിച്ചത് നീ അനുഭവിക്കാൻ പോകുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പറയാം. കർത്താവേ, ഇംഗ്ലീഷ് പറയും, I do not want to fake a revival. I do not want to fake a revival എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണർവ് അഭിനയിക്കേണ്ടെന്ന്. ഹലോ, എനിക്ക് ഉണർവിന്റെ അഭിനയം എങ്ങനെയാണെന്നറിയാം. നല്ല ഉണർവ്, നല്ല ആരാധന. ഇടയ്ക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണർവ് പോയി. ഹലോ, കറണ്ട് പോകുമ്പോൾ കാരണം എന്താണെന്നറിയാം, അത് ഉണർവല്ല, അതൊരാവേശമാണ്. അതല്ല നമുക്ക് വേണ്ടത്. ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഫാമിലി ക്യാമ്പിന് പോയിട്ട് ഡിസംബർ മാസത്തിൽ തിരിച്ചു വന്നത്, ചർച്ചിൻ്റെ ഫാമിലി ക്യാമ്പിന്. ഒത്തിരി പ്രാർത്ഥിച്ചാണ് പോയത് കേട്ടോ. YMCA ക്യാമ്പ് സെൻറ്ററിൽ, നിൽഷി YMCA ക്യാമ്പ് സെൻറ്ററിൽ പ്രാർത്ഥിച്ചങ്ങോട്ട് പോയി. ഫസ്റ്റ് സെഷൻ അങ്ങോട്ട് പ്രാർത്ഥിച്ച് തുടങ്ങി, കറണ്ട് അങ്ങ് പോയി. ഞങ്ങൾ ഒരു കർത്താവ് എന്തൊരു പോരാട്ടം. തുടങ്ങിയില്ല അതിനു മുമ്പേ. പക്ഷെ നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചെന്ന്. എൻ്റെ കയ്യിൽ വീഡിയോ ഇരിപ്പുണ്ട്. ഇരുട്ടത്ത് അസാധാരണ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. വെട്ടം വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മുട്ടയിലിരിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാർ അന്യഭാഷ പറയുന്നു. ആരാ ഇറങ്ങിയത്? കീബോർഡ് അല്ല, ഗിറ്റാറിസ്റ്റ് അല്ല, ഹല്ലേലൂയ, ഡ്രംസ് വായിച്ചവന്റെ മിടുക്കല്ല. ആത്മാവിറങ്ങി ചലിപ്പിക്കുന്ന ഒരു തലമുറ. ചലിപ്പിക്കുന്ന ഒരു തലമുറ. ആത്മാവിറങ്ങി ചലിപ്പിക്കുന്ന ഒരു തലമുറ. ആത്മാവിറങ്ങി ചലിപ്പിച്ചാൽ ചലിക്കാൻ നീ തയ്യാറാണോ? ആത്മാവിറങ്ങി ചലിപ്പിച്ചാൽ ചലിക്കാൻ നീ തയ്യാറാണോ? യേശു കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കേണ്ടു? എന്നിട്ട് യേശു പറഞ്ഞു, ഞങ്ങൾ കുഴലൂതി, നിങ്ങൾ വിലാപം പാടിയില്ല, നൃത്തം ചെയ്തില്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഞാനും യോഹന്നാനും കുറെ നാളായിട്ട് കുഴലൂതുക. ഞങ്ങൾ പ്രതീക്ഷിച്ച് ചിലരെങ്കിലുമൊക്കെ നൃത്തം ചെയ്യുമെന്ന്. പക്ഷെ ഞങ്ങളുടെ ഋതത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യാൻ ആരെയും കിട്ടിയില്ല. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ തലമുറ. പക്ഷെ 21-ാം നൂറ്റാണ്ടിലെ തലമുറ പറയണം, യേശുവിന്റെ കുഴലൂത്തിന് അനുസരിച്ച് താളം പിടിക്കുവാൻ, നൃത്തം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഇത് ഈ തലമുറ. നമ്മുടെ തലമുറ എന്താണെന്നറിയാമോ? നമ്മളൊക്കെ പ്രാർത്ഥിച്ച് വഷളാക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലല്ലേ?
2000 വർഷം മുമ്പ് എഴുതി വെച്ചതാ. നമ്മുടെ തലമുറ വക്രതയും കോട്ടമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് മുമ്പ് 2009 ഞാൻ ആദ്യമായിട്ട് അമേരിക്ക വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു രാത്രി മുഴുവൻ ഉറക്കാതെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. എൻ്റെ അനുഭവം, പല രാത്രി ഉറക്കാൻ സമ്മതിച്ചിട്ടില്ല. രാത്രി 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ വിട്, എനിക്ക് ഉറങ്ങണം. നിനക്കറിയാം എന്താ സംഭവിച്ചെന്ന്? ഹല്ലേലൂയ. പാസ്റ്റർക്കൊക്കെ അറിയാം, ന്യൂയോർക്കിലെ ഒരു ചർച്ചിൽ ഞാനൊരു മീറ്റിങ്ങിന് പോയി, സാറ്റർഡേ ഈവനിങ് മീറ്റിംഗ്. അസാധാരണമായ ദൈവശക്തി ഇറങ്ങി. അന്യഭാഷയൊന്നുമില്ല, അതിലപ്പുറം നിർത്താൻ പറ്റാത്ത പരിശുദ്ധാത്മാവിന്റെ ചലനം ആരംഭിച്ചു. അന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ ഉപ്പാപ്പൻ്റെ വീട്ടിലാണ് ഞാൻ വിശ്രമിക്കുന്നത്. ഉപ്പാപ്പൻ എന്നോട് ചോദിച്ചാൽ എന്തുകൊണ്ട് അവിടെ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ അതൊക്കെ സാധാരണമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നിടത്തൊക്കെ നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ആത്മാവല്ല, നമ്മൾ ചലിപ്പിക്കുന്ന ആത്മാവല്ല, നമ്മളെ ചലിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. രാത്രി 1 മണി വരെ ഞാൻ കണ്ടിട്ടുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസസ് എൻ്റെ ഉപ്പാപ്പനും അമ്മാമ്മയുമായിട്ട് ഷെയർ ചെയ്തു. 1 മണിയായപ്പോൾ അമ്മ പറഞ്ഞവിടെ പോയി കിടന്നു. നാളെ ഒരു ചർച്ചിൽ അപ്പോയിൻമെൻ്റ് ഇല്ലേ, സൺഡേ ആരാധനയ്ക്ക്, നീ ഉറങ്ങിയില്ലെങ്കിൽ അവിടെ പോയിരുന്ന് ഉറക്കം തോന്നുന്നു. പാസ്റ്റർ ഇരുന്ന് ഉറക്കം തോന്നിയാൽ നിങ്ങൾ എന്തോ പാസ്റ്റർ ഇന്നലെ രാത്രി എന്തോ പരിപാടിയായിരുന്നു അല്ലേ? പാസ്റ്റർ സ്പിരിച്വൽ എൻകൗണ്ടർ ആയിരുന്നു വല്ല ആരെങ്കിലും ചിന്തിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ഉറങ്ങാൻ പോകും. 1 മണിക്ക് ഉറങ്ങാൻ കിടന്നു. നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത്? ഞാൻ കട്ടിലെ കിടക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുക. എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുക. ഞാനിങ്ങനെ മുട്ടു കൂട്ടി പിടിച്ചിട്ട് ആ കംഫർട്ട്, ആ ബ്ലാങ്കറ്റ് വലിച്ചു കയറ്റിയിട്ടിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ വീട്, എനിക്ക് ഉറങ്ങണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആരാധന തീരുമ്പോൾ നിൽക്കുന്നതല്ല, പാട്ട് നിർത്തുമ്പോൾ നിൽക്കുന്നതല്ല. യോഗം കഴിഞ്ഞ് വെളിയിലിറങ്ങിയാൽ കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുപോലെ ആത്മാവ് നിന്നെ ചലിപ്പിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. ഈ നൂറ്റാണ്ടിൽ അത് അനുഭവിച്ചു തുടങ്ങണം. പരിശുദ്ധാത്മാവിന്റെ ചലനം നീ വീട്ടിൽ ചെന്നാലും പോകത്തില്ല. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ കട്ടിലിൽ അന്യഭാഷയിൽ. കഴിഞ്ഞ ദിവസം ദൈവതല്ലേ, ഞങ്ങളുടെ ചർച്ചിൽ ദൈവതല്ല എന്നെ വിളിച്ചിട്ട്, പാസ്റ്ററെ രാത്രി ഉറക്കത്തിൽ അന്യഭാഷ പറയുമെന്ന് ചോദിച്ചു. രാത്രി ഉറക്കത്തിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ ഇന്നലെ രാത്രി മുഴുവൻ കിടന്ന് അന്യഭാഷ പറയുമായിരുന്നു. പുള്ളി അറിഞ്ഞില്ല. ദൈവമക്കളെ, അതൊക്കെ വേദോസം പറയുന്നത്. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഉണർന്നിരിക്കാൻ പറ്റുമോ? 24 മണിക്കൂറും ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ ആരാധിച്ച് മുന്നേറാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പാട്ടിന്റെ അവസാനം എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ പറയുന്ന 2 അന്യഭാഷയല്ല, പെന്തക്കോസ്തിന്റെ അന്യഭാഷ. അതിലൊക്കെ അപ്പുറമാണ്. ഉറക്കം വരാൻ പറ്റുന്നില്ല. രാത്രി 2 മണി, 2:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ വിട്. കർത്താവ് വിടാൻ ഭാവമില്ല. അപ്പം ഞാൻ ഓർത്ത് ഇനി ഒറ്റ പണിയുള്ളൂ, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അല്ല എന്ത് ചെയ്യാനല്ലേ? 2:30 ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റിരുന്നു. കട്ടിലിൽ തന്നെ ഇരുന്നു. ദൈവശബ്ദം കിട്ടും. ആദ്യം കേൾക്കുന്ന ശബ്ദം ഹല്ലേലൂയ. 24-ാം സങ്കീർത്തനം അല്ലേ? 24-ാം സങ്കീർത്തനത്തിലെ വാക്യമാ ഇതാകുന്നു, തിരുമുഖം അന്വേഷിക്കുന്ന തലമുറ. ഞാൻ പറഞ്ഞു, കർത്താവേ അത് സങ്കീർത്തനത്തിലെ വാക്യമാണല്ലോ. നിങ്ങൾക്കറിയാം, അന്ന് രാത്രി 2:30 മുതൽ 4:30 വരെ പരിശുദ്ധാത്മാവ് എന്നെ ആ വചനം പഠിപ്പിച്ചു. 2:30 മുതൽ 4:30 വരെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊക്കെ കർത്താവിനോട് പറയരുത്, കർത്താവ് ഞാനൊരു റോങ് ടൈമിൽ ജനിച്ചവനാ അല്ലേ, ഈ വല്ലാത്ത കാലത്ത് ജനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ട് മതിയായിരുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്ന് യേശു ഈ ഭൂമിയിൽ നടന്ന കാലത്ത് കർത്താവ് എനിക്കും എൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കാമായിരുന്നു. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എനിക്കും കാണാമായിരുന്നു. പക്ഷെ അന്ന് രാത്രി കർത്താവിനോട് വേണ്ടി, മോനെ അത് മണ്ടത്തരമാകട്ടോ. ഹല്ലേലൂയ. ആ കാലത്തേക്ക് നല്ല കാലത്താണ് നീ ജീവിക്കുന്നത്. ആ തലമുറ യേശുവിന്റെ താളത്തിന് തുള്ളിയ തലമുറയല്ല. ആണോ? അല്ല. ആ തലമുറ പിന്നെന്താ പറഞ്ഞെന്നറിയാമോ? ഇവനെ ക്രൂശിക്ക. കർത്താവിനോട് പറഞ്ഞാൽ അന്ന് നീ ഉണ്ടായിരുന്നെങ്കിൽ നീയും വിളിച്ചു പറയുമായിരുന്നു, ഇവനെ ക്രൂശിക്ക. കർത്താവ് പറഞ്ഞു, മോനെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിരുന്നു. അബ്രഹാം മുതൽ ഭക്തന്മാർ അവന്റെ കാലം കാണാൻ ആഗ്രഹിച്ചെങ്കിൽ അത് കണ്ട തലമുറ. പക്ഷെ യേശുവിനെ റിജക്ട് ചെയ്യുന്നതിലൂടെ, തള്ളിക്കളയുന്നതിലൂടെ the generation become a cursed generation അല്ലേ? ആ തലമുറ ശപിക്കപ്പെട്ട തലമുറയായി മാറി. അനുഗ്രഹം പ്രാപിക്കേണ്ട തലമുറ, ഭാഗ്യമുള്ള തലമുറ ശപിക്കപ്പെട്ട തലമുറയായി മാറി. കർത്താവ് പറഞ്ഞു, മോനെ നീ ജീവിക്കുന്ന തലമുറയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? 24-ാം സങ്കീർത്തനം 2 ഭാഗം അതിനകത്ത് കേട്ടോ. 24-ലെ സങ്കീർത്തനം 2 ഭാഗം. മേളത്തെ ഭാഗം ഇതൊന്നും ഞാൻ പറയാൻ വന്ന വിഷയമല്ല. പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോകുക.
ആദ്യത്തെ ഭാഗം യഹോവയുടെ പർവ്വതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ സ്വർഗത്തിൽ പോകുന്നവരുടെ യോഗ്യതയാണ് കേട്ടോ, സ്വർഗത്തിൽ പോകുന്നവരുടെ. രണ്ടാമത്തെ ഭാഗം മഹത്വത്തിന്റെ രാജാവിന്റെ എഴുന്നള്ളത്ത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും ആമേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് ആണോ? പക്ഷെ ഇതിന്റെ നടുക്കൊരു വാക്യം കയറ്റി വെച്ചേക്ക്, ഇത് രണ്ടുമായിട്ടും ബന്ധമില്ല. സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുക, രണ്ട് ബ്രെഡിന്റെ ഇടയിൽ കയറ്റി വെക്കുന്ന പോലെ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്താ ഈ വാക്യം ഇതിന്റെ ഇടയിൽ കയറ്റി വെച്ചത്? അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ, മഹത്വത്തിന്റെ രാജാവിന്റെ എഴുന്നള്ളത്തിന് മുമ്പേ ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുക, യഹോവയുടെ മുഖം അന്വേഷിക്കുന്ന തലമുറ. കർത്താവ് രാത്രി എന്നോട് പറഞ്ഞു, പെന്തക്കോസ്തിനെ എഴുതിത്തള്ളാൻ കാലമായിട്ടില്ലടാ. ഈ പെന്തക്കോസ്തിന്റെ അകത്ത് അസാധാരണ വിശുദ്ധിയുള്ള, അസാധാരണ അഭിഷേകമുള്ള ഒരു തലമുറയെ ഞാൻ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. 2009 വരെ എന്റെ ചിന്ത എന്താണെന്ന് അറിയാമോ? പെന്തക്കോസ്തിന്റെ കാലം കഴിഞ്ഞു, മൂല്യച്യുതി ബാധിച്ച മൂന്നാം തലമുറ. ഹല്ലേലൂയ, ഇതായിരുന്നു എന്റെ ചിന്ത. പക്ഷെ അന്ന് രാത്രി പറഞ്ഞു, ഈ ജനറേഷനെ ഞാൻ തൊടാൻ പോകുക. ഈ നൂറ്റാണ്ടിൽ അസാധാരണ അഭിഷേകമായി ചില ചെറുപ്പക്കാരെ, ചിലരെ ഞാൻ വലിച്ചു പുറത്തെടുക്കാൻ പോകുക. കല്ലെറിഞ്ഞ തലമുറയല്ല, മഹത്വത്തിന്റെ രാജാവിന്റെ എഴുന്നള്ളത്ത്, ആ കാഹളം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചൊരു തലമുറ. ഞാൻ വിശ്വസിക്കുന്നു നമ്മളൊക്കെ ആ തലമുറയുടെ ഭാഗമാണ്. സ്വന്തം കാതുകൊണ്ട് കാഹളം കേൾക്കുവാൻ ഭാഗ്യമുള്ള തലമുറ നമ്മുടെ തലമുറ. നമ്മൾ ഭാഗ്യമുള്ള തലമുറയാണ് കേട്ടോ. വക്രതയും കോട്ടമുള്ള തലമുറ അവിടെ കിടക്കട്ടെ. സഭയെ നോക്കി ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയുക. ഹല്ലേലൂയ. ഒരു അന്ത്യകാല ഉണർവിന്റെ, ഒരു അന്ത്യകാല കൊയ്ത്തിന്റെ ഒരു തലമുറ, മഹത്വത്തിന്റെ രാജാവ് ഇതാ എഴുന്നള്ളുന്നു എന്ന് വിളിച്ചു പറയുന്ന അർദ്ധരാത്രിയിലെ ആർപ്പുവിളിയുടെ ഒരു തലമുറ. അർദ്ധരാത്രിയിലെ ജനറേഷൻ ഓഫ് മിഡ് നൈറ്റ് ക്രൈ. 10 കന്യകമാർ മണവാളനെ കാത്തിരുന്നില്ലേ? എല്ലാവരും ഉറങ്ങിപ്പോയി കേട്ടോ, സഭ ഫുൾ ഉറങ്ങി. ഒരു പ്രാഥമികമായ അർത്ഥമെടുത്തം പറഞ്ഞതേ ഉള്ളൂ. അത് സഭയല്ലേ, യഹൂദനാണ്, അങ്ങനെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റല്ലേ. ഹല്ലേലൂയ. അപ്പയുടെ പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പഠിപ്പിച്ചതാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. സഭ ഉറങ്ങി. പക്ഷേ രാത്രിയിലൊരു ആർപ്പുളി. അപ്പൊ എന്റെ ചോദ്യം, ആരാ കർത്താവെ എല്ലാവരും ഉറങ്ങിപ്പോ ആർപ്പുളിച്ചത്? അപ്പൊ കർത്താവ് എന്നോട്, ഞാൻ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് വിരുന്നുകാർ വരത്തില്ലേ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ ആരെങ്കിലും, അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കാറ് വരുന്നെന്ന് പറഞ്ഞാൽ വിരുന്നുകാർ വരുമ്പോഴാണ്. അപ്പൊ കാറ് ദൂരേന്ന് വരുമ്പോഴേ ഞാൻ ബഹളം ഉണ്ടാക്കും, മമ്മി അവര് വരുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരേന്നേ കാറ് കാണാം അല്ലേ. കർത്താവ് പറഞ്ഞാടാ, ഇതിനകത്ത് കൊച്ചു പിള്ളേരുണ്ട്, അവരിങ്ങനെ നോക്കിയിരിക്കുക. ആർത്ത് വിളിക്കുമ്പോൾ ഈ സഭ ഉണരും, 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 ഉണരും. അർദ്ധരാത്രിയിലെ ആർപ്പുവിളിയുടെ തലമുറ, മിഡ് നൈറ്റ് ക്രൈയുടെ ജനറേഷൻ നമ്മളാണ്. ജനറേഷൻ മഹത്വത്തിന്റെ രാജാവിന്റെ താളത്തിനൊത്തു തുള്ളുന്ന, യേശുവിന്റെ പാട്ടിനൊത്തുവണ്ണം തുള്ളുന്ന ഒരു തലമുറ. അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിന്റെ താളത്തിനൊത്ത് ഞങ്ങൾ തുള്ളും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ, രസാധാരണ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുടെ തലമുറയിലാണ് നാം നിൽക്കുന്നത്. അതിനാൽ ഒരു വലിയ കൊതി വേണം. രാത്രി മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, കർത്താവേ, കർത്താവേ, ഹല്ലേലൂയ, എനിക്കിത് പോരാ കർത്താവേ, എനിക്ക് തൃപ്തിയായില്ല കർത്താവേ, എനിക്കിത് പോരാ കർത്താവേ, എൻ്റെ കുടുംബത്തിന്റെ ആത്മീക അന്തരീക്ഷം പോരാ കർത്താവേ. ഞാൻ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. പറഞ്ഞാട്ടെ, കൃപയുടെ ആത്മാവ്, യാചനയുടെ ആത്മാവ്. കൃപയുടെ ആത്മാവ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ വേറെ എങ്ങും പോണ്ട, സഖരിയാവ് 4 പോയാൽ മതി. സഖരിയാവ് 4 ഒരു ദർശനം കണ്ടാ തുടങ്ങുന്നത്. സഖരിയാവ് 4 ദർശനം. വലിയ പ്രസംഗമാണ് അത് കേട്ടോ. ഒറ്റ രാത്രി 8 ദർശനം കണ്ടു. ഒറ്റ രാത്രി. അയ്യോ, നമ്മളൊക്കെ വർഷത്തിൽ ഒരു ദർശനമാണ് കാണുന്നത്. സഖരിയാവ് ഒറ്റ രാത്രി, അത് എന്തൊരു ദർശനമാണെന്നറിയാമോ? ലോക ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന 8 ദർശനങ്ങൾ ഒറ്റ രാത്രി. അതൊക്കെ അഭിഷേകം എന്ന് പറയുന്നത്. ഒരു പഴയ നിയമ ഭക്തന് ആ അഭിഷേകം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമ ഭക്തന്മാരെ നമുക്ക് എത്രയധികം വേണം.
4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം എന്താ പറയുന്നതെന്ന് അറിയാമോ? എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് പോലെ എന്നെ ഉണർത്തി. ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് പോലെ എന്നെ ഉണർത്തി. ചരിത്രം എന്താണെന്നറിയാമോ? സഖരിയാവ് കൊഴുന്തു വൃക്ഷങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ പോയത്. അവിടെ ഇരിക്കുമ്പോഴേ ഈ കാഴ്ചകൾ കാണുന്നത്. 8 ദർശനങ്ങളും 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കൊഴുന്തു വൃക്ഷങ്ങൾക്കിടയിൽ അവൻ ജാഗരിക്കാൻ പോയപ്പോൾ കണ്ട 8 ദർശനങ്ങളാ ഒരു രാത്രിയിൽ. 4-ാം അധ്യായത്തിൽ ഈ ദർശനം കാണാൻ തുടങ്ങിയപ്പോൾ പുള്ളി ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ദൂതം വന്ന് ഒരൊറ്റ തട്ട്, എഴുന്നേക്കട, ഉണർത്തി. ഞാനൊരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഹലോ, ചിലർക്കൊക്കെ ദർശനം കാണാൻ കണ്ണടയ്ക്കണം അല്ലേ? ചിലർക്കൊക്കെ ദർശനം കാണണമെങ്കിൽ ഉറങ്ങണം. ഈ വേദപുസ്തകം പഠിക്കുമ്പോഴേ ഈ ദർശനങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തറിയാം? വ്യക്തത. എന്താണ്? വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം നമുക്ക് കാണാം. ദർശനങ്ങളുടെ ക്ലാരിറ്റി ഇങ്ങനെ കൂടി വരിക. ഹല്ലേലൂയ. ജോസഫ് സ്വപ്നം കണ്ടു, യാക്കോബും സ്വപ്നം കണ്ടു. പക്ഷെ ജോസഫിന്റെ ക്ലാരിറ്റി സ്വല്പം കൂടെ കൂടുതലായിരുന്നു. അവൻ സ്വപ്നം കാണുക മാത്രമല്ല, വ്യാഖ്യാനിക്കാനും പഠിച്ചു. അപ്പോൾ ഏതാ ക്ലാരിറ്റി കൂടിയോ? കൂടി. ഇനി കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ദാനിയേലിന്റെ പുസ്തകം, എളുപ്പം അങ്ങ് പറയുക. ദാനിയേലിന്റെ പുസ്തകത്തിൽ എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ. പിന്നെയും ക്ലാരിറ്റി കൂടി. ഇന്നലെ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിന്റെ സെയിം CD ഇന്ന് ദൈവം ദാനിയേലിന് ഇട്ട് കൊടുക്കും. ക്ലാരിറ്റി കൂടിയോ? പക്ഷെ ദാനിയേലിന് പ്രശ്നമുണ്ട്. ദാനിയേൽ പറഞ്ഞു, സഹോദരന്മാർ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് രാത്രി ആ സെയിം സ്വപ്നം ദൈവം നമ്മളെ കാണിക്കും. അപ്പം സ്വപ്നം കാണണമെങ്കിൽ ഉറങ്ങണം. പക്ഷെ അടുത്ത തലമുറയിൽ ഒരു സഖരിയാവിന്റെ കാലം വന്നപ്പോൾ പറഞ്ഞു, എടാ നീ ഉറങ്ങി സ്വപ്നം കാണുന്നവനല്ല, കണ്ണ് തുറന്ന് ദർശനം കാണുന്നവനാ. സാധിക്കുമോ? അതിനാ പ്രോഫറ്റിക് ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ദർശനം കാണാൻ പറ്റും. ഡ്രൈവ് ചെയ്യുമ്പോൾ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോൾ ദർശനം കണ്ടിട്ടുണ്ട്. 2014 ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഞാൻ ദർശനം കാണാൻ തുടങ്ങിയത്. പറ്റുമെന്നേ, ക്ലാരിറ്റി കൂട്ടാൻ പറ്റും. ഹലോ, നിങ്ങൾക്ക് ദർശനം കാണാറില്ലേ? ഞാൻ കൈപൊക്കാൻ പറയുന്നില്ല, ഒരു ദർശനമേലും കണ്ടിട്ടില്ലേ? പക്ഷെ നമ്മൾ പറയും, ചില സഹോദരന്മാരുടെ ഇന്റർവ്യൂ വന്നിട്ട്, ഒരു പാസ്റ്ററെ ഞാനൊരു ദർശനം കണ്ടു, അർത്ഥം പറഞ്ഞായിരുന്നു. പാസ്റ്റർക്കായി വലിയ ജോലി കേട്ടോ. ഈ കാണുന്ന ദർശനങ്ങളുടെ എല്ലാം വ്യാഖ്യാനിയാ പാസ്റ്റർ, പാവം. ഹല്ലേലൂയ. ആന്റി കണ്ട ദർശനം, പാസ്റ്റർ ഞാൻ ഒരു കൊട്ട കാച്ചില് ദർശനം കണ്ടു, പെട്ടുപോയി. കർത്താവേ, കാച്ചിലിന് ഇനി ഞാൻ എന്തോ വ്യാഖ്യാനം കൊടുക്കും. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ മറ്റൊരു പാസ്റ്ററുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, പാസ്റ്ററെ നമ്മുടെ ഇന്ന ആന്റി ഒരു കാച്ചിലിന്റെ ദർശനം കണ്ടു. അപ്പം ആ പാസ്റ്റർ അല്പം രസികനായതുകൊണ്ട്, കേരളത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആന്റിയോട് പറ വെട്ടിപ്പുഴുങ്ങി കഴിച്ചോളാൻ പറയാൻ. ഈ കാച്ചിലൊക്കെ ദർശനം കാണുന്ന നിർത്ത്. ചിലപ്പോൾ പാസ്റ്റർ ഞാൻ ദർശനം കണ്ടു. എന്താ കണ്ടത്? അതൊരു മേഘം പോലെ, മൂടൽമഞ്ഞ് പോലെ കണ്ട്. പിന്നെ എന്തിനാ കണ്ടത്? വല്ല ഉണ്ടോ? കാണുവാണെങ്കിൽ കൃത്യതയോട് കാണണം. കാണുവാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? പ്രോഫറ്റിക് ക്ലാരിറ്റി വർദ്ധിക്കണം, കൃപാവരങ്ങളുടെ ഷാർപ്നെസ് വർദ്ധിക്കണം. അങ്ങനെ വർദ്ധിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. അങ്ങനെ വർദ്ധിക്കണമെങ്കിൽ നീ ഉപവസിക്കണം. അങ്ങനെ വർദ്ധിക്കണമെങ്കിൽ കർത്താവുമായിട്ട് അടുക്കണം. നിന്റെ കമ്മ്യൂണിക്കേഷന്റെ ലെവൽ മാറണം. നമ്മളെന്താ ഈ ക്ലാരിറ്റി ഇല്ലാത്ത ദർശനം കാണുന്നത്? എന്താ? നമ്മൾ വല്ലപ്പോഴുമേ കർത്താവിനോട് മിണ്ടാൻ ചെല്ലത്തുള്ളൂ. ഹലോ, ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സീക്രട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരാളുമായിട്ടുള്ള ബന്ധം നന്നാകണമെങ്കിൽ അയാളുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യണം? സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടി, ഒരു പ്രാവശ്യം ഫോൺ ചെയ്തു, അടുത്ത ആഴ്ച ഒന്നുകൂടി ചെയ്തു, പിന്നെ എല്ലാ ദിവസവും ചെയ്യാൻ തുടങ്ങി. ബന്ധം എന്ത് ചെയ്യുക? ഇടയ്ക്കൊരു പിണക്ക് വന്നു, പിന്നെ നമ്മൾ ഒരാഴ്ച മിണ്ടിയില്ല, പിന്നെ ഫോൺ ചെയ്ത് നിന്നു. ഞാൻ അതുകൊണ്ട് പറയാറുണ്ട് ആളുകളോട്, ആരോടെങ്കിലും പിണക്ക് തോന്നിയാൽ ഫോൺ ചെയ്യുന്ന നിർത്തരുത്, മെസ്സേജ് ഇടുന്ന നിർത്തരുത്. നിങ്ങളുടെ ബന്ധം വഷളാകും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വഷളായാൽ മിണ്ടാതിരിക്കില്ലെന്ന്. ബന്ധം വഷളാകും, പിന്നെ കൈവിട്ടു പോകുമെന്ന്, പിന്നെ ആർക്കും പിടിച്ചാൽ പണിയാൻ പറ്റാത്തതുപോലെ പോകുമെന്ന്. അങ്ങനൊന്നും സംഭവിക്കരുത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് ബന്ധം ഉണ്ടാക്കുന്നത്, അല്ലേ? കമ്മ്യൂണിക്കേഷൻ. ഹല്ലേലൂയ. ദൈവവുമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവുമായിട്ട് പറഞ്ഞാട്ടെ, സംസാരിക്കണം. പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, സംസാരിക്കണം. എന്ത് ചെയ്യണം? അങ്ങ് വർത്താനം പറയണം. അപ്പാ, യേശുപ്പച്ചാ, അങ്ങനെയൊക്കെ വിളിക്കണമെന്നേ, അപ്പാന്ന് വിളിക്കണമെന്ന്. ഞാനൊരു പാട്ട് എഴുതി, അപ്പാ എന്നോടൊന്നു മിണ്ടണമേ, ഇമ്പസ്വരമൊന്നു കേൾപ്പിക്കണേ. അപ്പോൾ ആ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, യേശുവിനെ അപ്പാന്ന് വിളിക്കാമോ? യേശു അപ്പനല്ല, മോനാ, പുത്രനാണെന്ന് തിയോളജി പഠിപ്പിക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞു, എൻ്റെ യേശു എനിക്ക് അപ്പനാ. ഹല്ലേലൂയ.
കാരണം യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അപ്പനാണോ? ആണോ? അപ്പൊ എനിക്ക് സംശയം തീർന്നു. ഹല്ലേലൂയ. എന്റെ യേശു നിങ്ങൾ യേശുവിനെ അപ്പ എന്ന് വിളിക്കണം. എന്റെ യേശു സംസാരിക്കാൻ തുടങ്ങുക. ബന്ധം മുറുകുമ്പോൾ നിങ്ങൾ അവന്റെ ഇമ്പസ്വരം വ്യക്തതയോട്, നിങ്ങൾക്ക് ഏത് ആൾക്കൂട്ടത്തിന് നടുവിലും ഏത് തിരക്കിൽ നടുവിലും ഇതെന്റെ യേശുവിന്റെ സ്വരമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഹാവ് എ ഗുഡ് റിലേഷൻ വിത്ത് യുവർ മാസ്റ്റർ, യുവർ ഷെപ്പേർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ല. എന്തല്ല? റിലേഷൻഷിപ്പ് കറക്റ്റ് അല്ല, ഫൈൻ ട്യൂൺഡ് അല്ല. പഴയ റേഡിയോ ഉപയോഗിച്ച് ഓർമ്മയുണ്ടോ? ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഭയങ്കര ബ്ലസ്സഡ് ജനറേഷനാണ്. ദോസ് ഹു ആർ ബോൺ ഇൻ 70s and 80s. 70കളിലും 80കളിലും ജനിച്ചവരുടെ ഭാഗ്യം എന്താണെന്നറിയാം? നമ്മൾ ഡിജിറ്റലും കണ്ടു, അനലോഗും കണ്ടു. ഇത് രണ്ടും കണ്ട തലമുറയാണ് നമ്മുടേത്. അന്നത്തെ ഈ റേഡിയോ കറക്കിയ ഓർമ്മ നമുക്കുണ്ട് അല്ലേ? നമ്മൾ ഈ പണ്ട് എൻ്റെ പപ്പയൊക്കെ ഇങ്ങനെ പണ്ടത്തെ ക്രിക്കറ്റ് കളിയൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് അവസാനം സ്റ്റേഷൻ പിടിച്ചിട്ട് പിന്നെ ഒരു ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിലിട്ട് കറക്കും അല്ലേ? ചിലയിടത്തുണ്ടല്ലേ എത്ര ട്യൂൺ ചെയ്താലും പൊട്ടലും ചീറ്റലുവാ. എന്താണ് കേട്ടിട്ടില്ലേ? സ്റ്റേഷനിൽ നിന്ന് ഭയങ്കര സംഭവങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ ഫൈൻ ട്യൂൺഡ് അല്ല. ദൈവം സംസാരിക്കാത്തത് കൊണ്ടല്ല, ദൈവം ഇന്നും സംസാരിക്കുന്നു. കേൾക്കാൻ നമ്മുടെ കാതുകൾ ഫൈൻ ട്യൂൺഡ് അല്ല. വ്യക്തിപരമായി നമ്മളും ദൈവവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ നാട്ടിൽ ശുശ്രൂഷിച്ച ഒരു ദൈവദാസന്റെ ജീവിതാനുഭവം ഉണ്ട്. അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞത് ഒരു ഭ്രാന്തൻ, ഒന്നാന്തരം ഭ്രാന്തൻ. തിരുവിലായ്ക്കടുത്ത് ഓദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആ നാട്ടുകാരിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം, അവിടെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ഈ ദൈവദാസന്റെ ഈ ചെറിയ പ്രായത്തിലെ നിരാശ നിറഞ്ഞിട്ട് ഒരു ദിവസം തീരുമാനിച്ചു, ഈ ഓവർ ബ്രിഡ്ജിൽ നിന്ന് ട്രെയിൻ വരുമ്പോൾ താഴോട്ട് ചാടാവുന്ന. അതിന് പോയി ഈ ഓവർ ബ്രിഡ്ജിന്റെ മണ്ടയിൽ പോയി നിൽക്കുക, ട്രെയിൻ വരുന്ന നോക്കാൻ. അപ്പോൾ ഒരു പ്രാന്തൻ അവിടെ വന്നു, ഒന്നാന്തരം പ്രാന്തൻ. വസ്ത്രം അലക്കിയിട്ടില്ല, താടി വളർത്തിയിട്ടുണ്ട്, ദുർഗന്ധമുണ്ട്. ആ പ്രാന്തൻ ഓവർ ബ്രിഡ്ജിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നടക്കും, അങ്ങോട്ട് നടക്കും. ഈ മകൻ നിൽക്കുന്നിടത്ത് ചെല്ലുമ്പോൾ ചെവി പറയും, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇതൊക്കെ അവസാനം ഇത് ശല്യമായല്ലോ, നാളെ വന്ന് ആത്മഹത്യ ചെയ്യാം. പിറ്റേ ദിവസം വന്ന് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഇതേ പ്രാന്തൻ കയറി വരുന്നു. ഇതേ പ്രാന്തൻ വന്നിട്ട് ചെവി പറഞ്ഞിട്ട് വന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് നിനക്ക് പ്രാന്തനെ കിട്ടിയുള്ളൂ? അപ്പൊ കർത്താവിനോട്, എന്റെ മോനെ, ഞാൻ ഓദ്രയിലും തിരുവല്ലായിലുമുള്ള സകല പാസ്റ്റർമാരുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, എടാ ഒരുത്തൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, റെയിൽവേ ബ്രിഡ്ജ് നിപ്പുണ്ട്, പോയി ഒന്ന് പറയടാ. ഒരുത്തനും എന്നെ കേട്ടില്ല, കാരണം they were not fine tuned with me. അവസാനം എനിക്ക് കിട്ടിയത് ഒരു പ്രാന്തനെയാടാ. പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ആ ദൈവദാസൻ ചർച്ചക്കോടിന്റെ ഒരു പാസ്റ്ററായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ശുശ്രൂഷിച്ച ദൈവദാസന്റെ കഥയാ. ആസാദി കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെയുള്ള അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മുടെ തലമുറയിലുണ്ട്. Are you fine tuned with Jesus? സക്രിയാവേ, ഉണരടാ, ദർശനം കണ്ടടാ. കണ്ണടച്ചിരുന്ന് കാണുന്ന ക്ലാരിറ്റിയുടെ ലെവലല്ല നിന്റെ അത്. ഫോൺ നമ്പർ വെളിപ്പെടണം, പേര് വെളിപ്പെടണം, അഡ്രസ് വെളിപ്പെടണം. വെളിപ്പെടുമോ? അതാണ് പെന്തക്കോസ്ത്. ഞാൻ ചലഞ്ച് ചെയ്യുക, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് ചിലർ അസാധാരണമാകുന്ന പ്രോഫറ്റിക് അനോയിന്റിങ്ങോടെ കലയപുരത്തിന്റെ പുതിയ ആത്മിക ചരിത്രം എഴുതുവാൻ ചിലരൊന്ന് എഴുന്നേറ്റ് വന്നാട്ട്. 27ാമത് കൺവെൻഷന്റെ ഈ അവസാന രാത്രി ഒരുപക്ഷെ എന്നെ വീട് വിട്ടത് ഇത് പറയാനായിരിക്കാം. ചിലർ എഴുന്നേറ്റ് വന്നാട്ട്. ചോദിച്ചു, നീ കാണുന്നത് മനസ്സിലാകുന്നുണ്ടോ? കാണുന്നത് 2 ഒലിവ് വൃക്ഷങ്ങൾ, അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതിൽ നിന്ന് 2 ചാനൽ വെച്ചിരിക്കുക. വിളക്കിൻ്റെ അകത്തൊക്കെ എണ്ണ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക. വിളക്ക് കത്തണം അല്ലേ? സഭയുടെ വിളക്ക് കത്തണോ? വെളിപ്പാട് പുസ്തകത്തിലൊക്കെ ഇല്ലേ, നിന്റെ വിളക്കിനെ അതിന്റെ സ്ഥാനത്ത് നിന്ന് എടുത്തു കളയുന്ന. സഭ സമൂഹത്തിന് വെളിച്ചം പരത്തേണ്ട സംവിധാനമാണ്. ദൈവത്തിന്റെ വിളക്കുകളാണ് സഭ, മറന്നു പോകരുത്. പക്ഷെ കത്തണമെങ്കിൽ ഒലിവ് മരത്തിൽ നിന്ന് ഒരു കണക്ഷനിൽ എണ്ണ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒലിവ് മരത്തിൽ നിന്ന് ഒരു കണക്ഷൻ. ഇവിടുത്തെ ഗുണം എന്താണെന്നറിയാമോ? ഈ വിളക്കും ഒലിവ് മരവും തമ്മിൽ ഒരു ചാനൽ കൊണ്ട് അങ്ങ് കണക്ട് ചെയ്തേക്കുക. ഈ വിളക്കിൽ എണ്ണയില്ലാത്ത കാലമില്ല. ഈ വിളക്കിൽ ഒരിക്കലും എണ്ണ നിന്നു പോകത്തില്ല. 2000 വർഷങ്ങളായി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്നു പോകത്തില്ല.
നിന്ന് പോകുമോ? ഇല്ലെന്നേ, കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. പ്രവാചകനോട് ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന് പറഞ്ഞു തരണം. അപ്പം പറഞ്ഞു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. എന്താണ് നിന്റെ ആത്മാവിനാൽ സംഭവിക്കാൻ പോകുന്നത്? സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ ഞാൻ സമഭൂമിയാക്കാൻ പോകുകയാ. അടുത്ത വാചകം നിന്റെ കൈകൊണ്ട് പറഞ്ഞിട്ട് വായിച്ചാട്ട് മക്കളെ. ഹല്ലേലൂയ. നീ സമഭൂമിയായി തീരും. അതെ. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റും എന്ന് പറഞ്ഞ സെരുബാബേൽ 15 വർഷം മുമ്പ് അടിസ്ഥാനമിട്ടൊരു കല്ലവിടെ കിടക്കുക. അതിന് മേളിൽ പണിയാൻ പറ്റിയിട്ടില്ല, ഒരു കല്ല് പോലും പണിയാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ നിങ്ങളുടെ സഭയുടെ അവസ്ഥയാകാം, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയാകാം, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയാകാം. അടിസ്ഥാനമിട്ടതല്ലാതെ അതിന്മേൽ പണിയാൻ കഴിയാതെ പകുതി വഴിക്ക് പണി മുടങ്ങിക്കിടക്കുന്ന ആത്മിക അന്തരീക്ഷമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലത്രേ. അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കാത്ത ദൈവം സെരുബാബേലേ, നിന്റെ കയ്യിൽ പണിയാനുള്ള തയ്യാറെടുപ്പിന്റെ തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാചകം, എടാ നീ അടിസ്ഥാന കല്ലിട്ടെങ്കിൽ നീ തന്നെ ആണിക്കല്ല് വെക്കും. ആണിക്കല്ലിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്നറിയുമോ? ക്യാപ് സ്റ്റോൺ എന്നാ. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞാട്ടെ, തൊപ്പി. അപ്പൊ തൊപ്പിക്കല്ലെന്ന് വിളിക്കാം അല്ലേ? മലയാള ട്രാൻസ്ലേഷനേക്കാൾ കുറച്ചുകൂടി നല്ലത് തൊപ്പിക്കല്ല് എന്ന് പറഞ്ഞാൽ അവസാനം വെക്കേണ്ട കല്ല് എന്ന് പറഞ്ഞാൽ, മോനെ നീയാണ് ഒന്നാമത്തെ കല്ലിട്ടത്, നിന്റെ കൊച്ചുമകനല്ല ബാക്കി പണിയുന്നത്, നീ തന്നെ അവസാന കല്ലും വെച്ച് പണി നീ തന്നെ തീർക്കുമെന്ന്, നിന്റെ പണി പകുതി വഴിക്ക് മുടങ്ങിപ്പോകത്തില്ലെന്ന്. പക്ഷെ എങ്ങനെയാ നീ പണിയുന്നത്? നീ കൃപ എന്ന് പറഞ്ഞ് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ പണി മുടങ്ങത്തില്ലെന്ന്. അഭിഷക്തന്മാരെ, ഈ നൂറ്റാണ്ടിൽ പണിയേണ്ടത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, കൃപ എന്ന് പറഞ്ഞ് പണിയാൻ തുടങ്ങിയാൽ കൊയർ വന്നിട്ട് നമുക്കൊന്ന് സ്തുതിക്കാൻ പോകുക. കൃപ. ഹേ, കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് ഈ വചനം എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ എനിക്കൊരു കാഴ്ച കാണാനിടയായി തീർന്നു. ഒരു ഒലിവ് വൃക്ഷത്തിൽ നിന്ന് ഒരു ചാനൽ വെച്ച് നിന്റെ അകത്തേക്ക് ഒരു ഗോൾഡൻ ഓയിൽ ഇറങ്ങുകയോ കേട്ടോ, ഒരു സ്വർണ്ണ എണ്ണ ഒഴുകുകയോ കേട്ടോ. നിലയ്ക്കാത്ത ഒരു ഒഴുക്ക്, ആത്മാവിന്റെ നിലയ്ക്കാത്ത ഒരു ഒഴുക്ക്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, സെരുബാബേലേ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ പണി മുടങ്ങിക്കിടന്നെങ്കിൽ ഇന്നു മുതൽ നീ കൃപയാൽ പണിതോ മുടങ്ങിയ പണി 2024 റീസ്റ്റാർട്ട് ആകാൻ പോകുക. ആത്മാവിൽ അഭിഷക്തന്മാരെ നോക്കി ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, മുടങ്ങിയ പണി കൃപയാൽ പണിയാൻ തുടങ്ങുമ്പോൾ അത് റീസ്റ്റാർട്ട് ആകാൻ പോകുക. എങ്ങനെ പണിയണം? പറഞ്ഞാട്ടെ, കൃപയാൽ പണിയണം. പുതിയ നിയമസഭയുടെ പണി കൃപയാലാണ്. ഒലിവ് മരത്തിൽ നിന്ന് നിലയ്ക്കാത്ത കൃപ നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുമെന്ന്. ഇടതടവില്ലാതെ കൃപ ഒഴുകുവാൻ, കൃപ പകരുവാൻ എത്ര പേരുന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കും? ഇടതടവില്ലാതെ കൃപ ഒഴുകുവാൻ എത്ര പേരുന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കും? കൃപ ഒഴുകട്ടെ. സെരുബാബേൽ ആരാണെന്നറിയാമോ? ഹഗ്ഗായി 2:2 പറയുന്നു, ദേശാധിപതിയായ സെരുബാബേൽ ഇന്ന് വരെ പണിയാൻ നോക്കിയത് ദേശാധിപതി, ഗവർണറാ കേട്ടോ, അധികാരം കൊണ്ട് പണിയാൻ നോക്കി, സൈന്യം കൊണ്ട് പണിയാൻ നോക്കി, ആൾബലം കൊണ്ട് പണിയാൻ നോക്കി. പണി നടക്കാതെ വന്നപ്പോൾ പ്രവാചകൻ വിളിച്ചു പറയാ, മോനെ പണി കൃപ കൊണ്ട് പണി. ഇതിനകത്ത് വിളിച്ചു പറഞ്ഞാട്ടെ, ലോർഡ് എന്റെ മേൽ കൃപയുടെ ഒരാത്മാവിനെ പകരണം. പകരണം. എന്തിനു വേണ്ടിയാണ് കൃപയുടെ ആത്മാവ്? കൃപയുടെ ആത്മാവ് മുടങ്ങിക്കിടക്കുന്ന പണിയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാ കൃപയുടെ ആത്മാവ്. ശത്രു തടഞ്ഞതിനെ പണിതുയർത്തുവാൻ, അടിസ്ഥാനത്തിന് മേളിൽ കെട്ടിപ്പൊക്കുവാൻ കഴിയാതെ ഏതെങ്കിലുമൊക്കെ ജീവിത മണ്ഡലങ്ങൾ നിനക്കുണ്ടെങ്കിൽ അതിനെ പണിയുവാൻ ഇന്ന് രാത്രി കൃപയുടെ ആത്മാവ്. കൃപയ്ക്കകത്ത് വലിയ പവറാ കേട്ടോ. വിശ്വസിച്ച് ദൈവമക്കളെ, കൃപയ്ക്കകത്ത് വലിയ പവറാ.
കൃപയുടെ ഡെഫിനിഷൻ നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നാട്ടെ. കൃപയുടെ ഡെഫിനിഷൻ നമുക്കറിയാം. കൃപ അർഹതയില്ലാത്തടത്ത് പകരുന്ന ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയാ കൃപ. പക്ഷെ അതുമാത്രമല്ല കൃപ. നോഹയ്ക്ക് കൃപ ലഭിച്ചെന്ന് പറഞ്ഞാൽ നോഹയെ ദൈവം രക്ഷിച്ചെന്ന് മാത്രമല്ല അർത്ഥം. പരിഹാസിയുടെ നടുവിൽ 120 വർഷം പെട്ടകം പണിയാൻ പ്രസംഗിക്കാനുള്ള ശക്തി കൃപയ്ക്കകത്തുണ്ട്. ഉണ്ടോ? കൃപയ്ക്കകത്ത് ശക്തിയുണ്ടോ? അതുകൊണ്ട് പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ. അപ്പൊ കൃപ വെറും രക്ഷാപദ്ധതിയല്ല, കൃപയ്ക്കകത്ത് പണിയാനുള്ള ഒരു പവറുണ്ട്. കൃപയുണ്ടോ നിന്റെ ദേശത്ത് സഭ പണിയും. കൃപയുണ്ടോ മറ്റാരേക്കാൾ അധികമായി സ്വർഗ്ഗം നിന്നെ ഉപയോഗിക്കും. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, Lord pour out that spirit of grace upon me. എന്റെ മേൽ കൃപയുടെ ഒരാത്മാവിനെ നീ പകരണമേ. അതുകൊണ്ട് തീർന്നില്ല. രണ്ടാമത് പ്രാർത്ഥനയുടെ ആത്മാവ്. എന്താ പ്രാർത്ഥനയുടെ ആത്മാവെന്ന് അറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലത്. കഴിഞ്ഞ ദിവസം ആസ്ബറി യൂണിവേഴ്സിറ്റിയിലെ ഉണർവ് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പോൾ അവരൊരു ആർട്ടിക്കിൾ ഇട്ടു. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയുക. അവിടെ എങ്ങനെയാ അതിന്റെ ടൈറ്റില്? സോ ഫോർ എ റിവൈവൽ. ഒരു ഉണർവിന് വേണ്ടി വിതയ്ക്കുക. അപ്പൊ ഈ സോ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് പണപ്പേര് വന്നു തോന്നി. അതാ സോയ സീഡ്. അപ്പൊ ഞാൻ ഓർത്തോ ഇതെന്തോ പരിപാടി. ഉണർവ് തുടങ്ങിയപ്പോഴേ സീഡ് പരിപാടി തുടങ്ങി. ഞാൻ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി അവര് പണപ്പിരിവ് നടത്തിയതല്ല, അവര് പഠിപ്പിക്കുകയാണ്. ഒരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ നീ വിത്ത് വിതയ്ക്കണം. എന്ത് വിത്താ വിതയ്ക്കേണ്ടത്? അവര് പറയുന്നു എവിടെയൊക്കെ ഉണർവുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ അസാധാരണമാകുന്ന ഒരു ഈറ്റുന്നോവോടുള്ള പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട്. എന്തോ പ്രാർത്ഥനയാ? ഇംഗ്ലീഷ് ട്രാവലിംഗ് പ്രയർ. ഈറ്റുന്നോവോടുള്ള പ്രാർത്ഥന, പ്രസവ വേദനയോടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഉണർവുണ്ടാകത്തുള്ളൂ. ഓ, സാധാരണ പ്രാർത്ഥനയല്ല കേട്ടോ. സാധാരണ പ്രാർത്ഥനയല്ല കേട്ടോ. കുടുംബമായി ഈറ്റുന്നവരോടുള്ള പ്രാർത്ഥന. ദാവീദ് ഗ്രഹം പ്രാർത്ഥിക്കട്ടെ. ഓ, അഹരോന്റെ ഗ്രഹം പ്രാർത്ഥിക്കട്ടെ. ശിമിയോന്റെ ഗ്രഹം. ശിമൈ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടഭിപ്രായമുണ്ട്. ചിലർ പറയുന്നത് ഗർഷോമിന്റെ കൊച്ചുമകനാന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ഈ ജെറോമിനെ പോലെയുള്ളവർ. സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ദ ട്രൈബ് ഓഫ് ഷിമിയോൻ എന്നാ. ഷിമിയോന്റെ കുടുംബം കരയട്ടെന്ന്. അപ്പം പാസ്റ്റർമാർ ചോദിച്ചു, വേദോസം പഠിപ്പിക്കുന്നവർ ചോദിച്ചു, ഈ ഷിമിയോനെ മാത്രം എന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ഷിമിയോനെ മാത്രം എന്താ പറഞ്ഞത്? ബാക്കി എല്ലാ ഗോത്രവും കരയുണ്ടായോ? അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞൊരു ദൂത് പറഞ്ഞങ്ങ് നിർത്തുക കേട്ടോ. നിങ്ങൾക്കറിയാമോ ഈ ഷിമിയോന്റെ ചരിത്രം? ലേവിയും ഷിമിയോനും ഇരട്ട പറ്റ മക്കളെ പോലെ അല്ലേ? എല്ലാ ദുഷ്ടത്തരത്തിനും ഇവര് കൂട്ട. പക്ഷെ അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഒരിക്കൽ ലേവിക്കൊരു അവസരം കിട്ടി. വാള് താഴെ വെച്ചിട്ട് കർത്താവിന്റെ ദാസനാകാൻ കിട്ടിയോ? പക്ഷെ ഈ ശിമിയോൻ അന്നേരം വാള്. നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? ശിമിയോന്റെ കൊടിയടയാളം എന്താണെന്നറിയാമോ? ശിമിയോന്റെ കൊടിയടയാളം വാളാ. ഇപ്പോഴും ശിമിയോൻ പ്രൗഢയായിരിക്കുന്നത്, ശിമിയോൻ അഭിമാനിക്കുന്നത് അവന്റെ പഴയ കുരുത്തക്കേടില്ല. ഞാൻ ആരാന്നറിയാമോ എന്ന് ഇപ്പോഴും ശിമിയോൻ പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി, 12 ഗോത്രങ്ങളുടെ പേര് വിളിച്ചപ്പോൾ ശിമിയോന്റെ പേര് വിളിച്ചില്ല. ഞാൻ ചോദിച്ചു, മോശെ എന്തൊരു അന്യായമായി കാണിച്ചത്, വിളിക്കണ്ടായോ? അതെന്താ ശിമിയോൻ? അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ അവന്റെ വാൾ ഇന്ന് വരെ അവൻ താഴെ വെച്ചിട്ടില്ല. അവന്റെ വാള് ഇന്നും അവന്റെ കയ്യിലൊരു വാളിരിപ്പുണ്ട് കേട്ടോ. അവന്റെ കൊടിയടയാളമായി പിടിക്കുന്നൊരു വാള്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സെക്കരിയാവിലൂടെ വിളിച്ചു പറയുന്നത്, ശിമിയോനെ നീ മാനസാന്തരപ്പെടണം, ശിമിയോനെ നീ വിലപിക്കണം, ശിമിയോനെ നീ കുത്തിയെങ്കിലേക്ക് നോക്കണം. മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും പെന്തക്കോസ്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിന്റെ വാൾ ഉറയിലിട്, അത് താഴ്ത്തിവെക്ക്. ഇത് പരിശുദ്ധാത്മാവിന്റെ നൂറ്റാണ്ടാ. ഇത് അസാധാരണ ദൈവപ്രവൃത്തിയുടെ നൂറ്റാണ്ടാ. ഇവിടെ നമുക്ക് വേണ്ടത് കൃപയുടെ ആത്മാവ്. ഇവിടെ നമുക്ക് വേണ്ടത് യാചനയുടെ ആത്മാവ്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ലിസ്റ്റ് എഴുതിയ പ്രാർത്ഥനയല്ല, ലിസ്റ്റ് കീറിക്കള. അതൊക്കെ വെറും നാടകമാ. ഹലോ, നമ്മളിങ്ങനെ ലിസ്റ്റ് ഇങ്ങോട്ട് എഴുതിയിട്ട് ചുമ്മാ ഒരു ആത്മാർത്ഥത. നിങ്ങൾ എന്താ ഇരിക്കുന്നത്? ദൈവം അതൊക്കെ കേട്ടിട്ട് ചെയ്യത്തില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ പ്രസവവേദനയോട് അങ്ങനെ പ്രാർത്ഥിച്ചവരുണ്ട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചവരുണ്ട്. ഉണ്ടോ?
ഇന്ത്യയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ജോൺ ഹൈഡ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പ്രത്യേകത പ്രേയിങ് ഹൈഡ് എന്നറിയപ്പെട്ടത്. ഞാൻ ഈ ദിവസങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അസാധാരണ പ്രാർത്ഥനാവീരനായിരുന്നു. പിണങ്ങി പ്രാർത്ഥിച്ചു. അയാൾ ഒത്തിരി വർഷങ്ങൾ പഞ്ചാബിൽ, ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായിരിക്കുന്ന സിയാൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസം ശുശ്രൂഷിച്ചു. ഒരു ഫലവും കിട്ടിയില്ല. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ജോൺ ഹൈഡിന്റെ ശുശ്രൂഷയിൽ ആത്മാക്കൾ വരാത്തത് കൊണ്ട്. കാരണം ജോൺ ഹൈഡ് ചിലത് നമ്മളെ പഠിപ്പിച്ചു. ഒരാത്മാവ് കിട്ടാതെ വന്നപ്പോൾ ഒരിക്കൽ ജോൺ ഹൈഡ് പറഞ്ഞു, കർത്താവേ, ഞാൻ മുട്ടുകുത്തുകയാ, ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ, ഇവിടുന്ന് എഴുന്നേൽക്കണമെങ്കിൽ നിന്റെ ആത്മാവ് ഇവിടെ ഇറങ്ങി വരണം. നിങ്ങൾക്കറിയാം എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന്? 36 മണിക്കൂർ. മുട്ടേന്ന് എഴുന്നേറ്റില്ല. അതാ സ്വർഗത്തെ പിടിച്ചു കുലുക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാതെ പേപ്പറിൽ വാട്സപ്പിൽ കാണിക്കുന്ന കൂപ്പുകയല്ല ഉണർവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതൊക്കെ നിർത്തിയിട്ട് ഈറ്റുനോവോടെ അമ്മമാർ കരയാൻ തുടങ്ങട്ടെ. ഈറ്റുനോവോടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങട്ടെ. സ്വർഗത്തെ ചലിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് കലബുര സെന്ററിലെ ഓരോ ദൈവമക്കളുടെ മേലും ഇന്ന് രാത്രി പകരപ്പെടട്ടെ. നിലവിളിച്ച് 1902 36 മണിക്കൂറിൽ അസാധാരണമാകുന്ന ദൈവശക്തി ജോൺ ഹൈഡ് പാർക്കുന്ന അനാഥശാലയിൽ ഇറങ്ങി. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത് 1905 പണ്ഡിത രമാഭായിയുടെ മിഷനിലല്ല, 1902 പഞ്ചാബിൽ സിയാൽകോട്ടിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങിയത്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അറിയാതെ പോയ, മറന്നുപോയ ഒരു ചരിത്രം. പക്ഷെ ഒരു രഹസ്യം നിങ്ങൾക്കറിയാമോ? ആ മനുഷ്യന്റെ കണ്ണുനീര് വീണ പഞ്ചാബിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ ആരാധിക്കുന്നു. ഒരുപക്ഷെ IPCക്ക് തന്നെ വലിയ മിഷൻ ഉള്ളത് എവിടെയാ? കാരണം എന്താ? കാരണം ഒരു ഈറ്റുനോവോട് പ്രാർത്ഥിച്ച ജോൺ ഹൈഡിന്റെ കണ്ണുനീർ തുള്ളികൾ വീണ് കുതിർന്ന മണ്ണാണത്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട് ചരിത്രം നാമം മാറ്റി എഴുതാൻ പോകുക. എത്ര പരിവചനത്തെ ഏറ്റെടുക്കും? നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാട്ടെ. രാത്രി സമർപ്പണത്തിന്റെ രാത്രിയാ. രാത്രി സമർപ്പണത്തിന്റെ രാത്രിയാ. പെന്തക്കോസ്ത് കൺവെൻഷനുകൾക്കൊക്കെ പണ്ടുകാലം മുതൽ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ദിവസം വിശുദ്ധീകരണം പ്രസംഗിക്കും, 2ാം ദിവസം നീതീകരണം പ്രസംഗിക്കും, 3ാം ദിവസം തേജസ്കരണം പ്രസംഗിക്കും. അല്ലേ? കർത്താവിന്റെ മടങ്ങി വരൂ പറയാൻ നിർത്തുമോ? ഇതൊരു പെന്തക്കോസ്ത് കൺവെൻഷനാണ്. അതുകൊണ്ട് പറയുക, കുത്തിയവൻ ഇറങ്ങി വരും കേട്ടോ. കുത്തിയവൻ ഇറങ്ങി വരുന്നിടം വരെ ഇസ്രായേൽ ഗ്രഹത്തിന് കാഠിന്യം ഭവിച്ചിരിക്കുക. അവരെത്ര യുദ്ധങ്ങൾ ചെയ്താലും, ഗാസ പിടിക്കാൻ ശ്രമിച്ചാലും അവർ പിടിക്കത്തില്ല. കാരണം അവർ കുത്തിയവങ്കിലേക്ക് നോക്കാതെ, ഇസ്രായേൽ കുത്തിയവങ്കിലേക്ക് നോക്കാതെ, ദാവീദും യഹൂദിയും ഹലലിയ അഹരോനും ശിമയും ഒക്കെ കുത്തിയവങ്കിലേക്ക് നോക്കി വിലപിക്കാതെ ഒരുവൻ ഇറങ്ങി വരും. അവൻ മൂലക്കല്ലാണെങ്കിൽ അവൻ തന്നെയാണ് ആണിക്കല്ലും കേട്ടോ. സഭയുടെ അവസാന കല്ലാതാ, ക്യാപ്സ്റ്റോൺ ആണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കല്ല്. അവൻ ഇറങ്ങി വരും. കർത്താവിന്റെ മടങ്ങി വരവ് അടുത്തു. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആ ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞാട്ട്, കർത്താവേ, നിന്റെ മടങ്ങി വരവിന് മുമ്പേ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ തലമുറയിൽ ഒരു ഉണർവിന് വേണ്ടി എന്നെ ഉപയോഗിക്കണം. ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകരണം. ഒരു കൃപയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകരണം. കരങ്ങൾ ഉയർത്തിക്കാട്ടെ. സ്വർഗം നിങ്ങളുടെ കരങ്ങളെ, നിങ്ങൾ കരങ്ങൾ താഴ്ത്തിയിടരുത്. എനിക്ക് കാണാനല്ല, സ്വർഗത്തിന് കാണാൻ. ജോൺ ഹൈഡ് 36 മണിക്കൂർ മുട്ടാൽ നിന്നെങ്കിൽ നിങ്ങളൊരു 3 മിനിറ്റെങ്കിലും സ്വർഗത്തിലേക്ക് കരം തുറന്നു പിടിച്ചിട്ട് പറ, അപ്പാ എന്നെ നിറയ്ക്കണം, എന്നെ നിറയ്ക്കണം, എന്നെ നിറയ്ക്കണം, എൻ്റെ മേൽ കൃപ പകരണം. കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഉയർത്തപ്പെട്ട ഓരോ കരത്തിന് മേലും 2024 ഈ ജനുവരി മാസം മുതൽ ഈ ദേശത്തിന്റെ സ്ഥലങ്ങളിൽ ഓരോ each and every corners of this center, ഓരോ സ്ഥലങ്ങളിലും പകരാനുള്ള, പണിയാനുള്ള കൃപയുടെ ഒരഭിഷേകം നീ പകരണമേ. ഓരോ കരങ്ങളിൽ തൊട്ടാട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ, ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണട്ടെ, ഞങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണട്ടെ. അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തിക്കായിട്ടുള്ള ഒരു കൊതി ഇന്ന് രാത്രി 27ാം കൺവെൻഷന്റെ അവസാന രാത്രി നിന്റെ ജനത്തിന്മേൽ പകരപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. കരങ്ങളെ ശക്തമായി അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. കരങ്ങളെ ശക്തമായി അടിച്ച്
സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും ഋതുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണം തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ തീ പോലെ ഇറങ്ങണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ ഓ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ കർമ്മരിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു ആഹാബു നിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ കർമ്മരിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു ആഹാബു നിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേൽ ദൈവം